Hi cuties. Good evening. എല്ലാവർക്കും warm welcome. അപ്പോൾ ഇന്ന് നമ്മൾ PYQ question discussionൽ again and very important chapter on our zoology part, that is human reproduction ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് on an average ഒരു എക്സാമിന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ലൈക്ക് I have to discuss something around 74 questions. whopping 74 questions പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ളത് മാത്രമാണ്. ശരിക്കും നമ്മളൊരു 100 ക്വസ്റ്റ്യൻ സീരീസ് ചെയ്യുന്ന അത്ര അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര റാപ്പിഡായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനെ ഒന്ന് ക്വിക്കായി റിവൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് മൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ ഹായ് ഫിലിയ, ഹായ് ശ്രേയ, ഹായ് ടു എവ്രി വൺ. ഗുഡ് ഈവനിങ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ഒരു വെയിറ്റേജ് നമുക്കൊന്ന് നോക്കാം. ഓൺ ആൻ ആവറേജ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം യു ക്യാൻ ഗെറ്റ് 4 to 5 ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. അതൊരു എക്സാമിന് മാത്രമായിട്ട് 4 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. സോ 4 questions or like 5 questions is 25 marks. 5 questions is like 20 marks for you. And again നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചാപ്റ്റർ ചിലപ്പോൾ മിക്സ്ഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഓൾസോ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമുക്ക് ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻസ് വരെ കിട്ടാം. സോ ദാറ്റ് മീൻസ് ഈ ചാപ്റ്റർ ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയും ഇറ്റ്സ് എ വെരി ഹൈ വെയിറ്റേജ് ചാപ്റ്റർ, ബിക്കോസ് ലൈക്ക് 2 ചാപ്റ്ററിൻ്റെ ഒരു സെക്കൻഡ് ചാപ്റ്ററായ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ഒരു ഫുൾ കൺസെപ്റ്റ് ഇവിടെയാണ് നമുക്ക് കിട്ടുക. അപ്പം 2 ചാപ്റ്ററോട് ഒരു 8 ക്വസ്റ്റ്യൻസ് കിട്ടുന്ന വലിയൊരു പാർട്ടിൻ്റെ അതിൻ്റെ തന്നെ ഒരു 75% കവർ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പം നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഒരു മൈൻഡ് മാപ്പ് ചെക്ക് ചെയ്യാം. ഭയങ്കര സിംപ്ലിഫൈഡ് ആയിട്ട് ഡയഗ്രാംസ് വെച്ചിട്ടുള്ള ഒരു മൈൻഡ് മാപ്പാണ് അഗെയിൻ ഞാൻ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഡയഗ്രാംസ് ഒക്കെ നോക്കി പോകുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കൺസെപ്റ്റ്സും എന്താണെന്ന് ഒരുവിധം പിടികിട്ടും. സോ ലെറ്റ്സ് ഗോ ഓൺ. ഫസ്റ്റ് യെസ്, ഇൻ ദിസ് ചാപ്റ്റർ വി സ്റ്റാർട്ട് വിത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുക പ്രൈമറി റീപ്രൊഡക്റ്റീവ്. ഹായ് ആൽഫ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഇനി ചോദ്യങ്ങളുടെ സമയമാണ്. അപ്പോൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുക. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ആക്സസറി ഡക്ട്സ് ആൻഡ് ഗ്ലാൻഡ്സ് ആൻഡ് എക്സ്റ്റേണൽ ജനീഷ്യ. അതിൽ പ്രൈമറി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ടെസ്റ്റിസ് ആണ്, വിച്ച് ഇസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ദ ഗാമറ്റ് വിച്ച് ഇസ് സ്പെർം. ഓൾസോ ഇറ്റ് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ദി ഹോർമോൺ വിച്ച് ഇസ് ആൻഡ്രോജൻ അല്ലേ. അപ്പോൾ ടെസ്റ്റിസിന്റെ ഷേപ്പ് ഒരു ഓവൽ ഷേപ്ഡ് ആണ്. നമുക്ക് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റീസ് കോട്ടത്തിലാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്, ബിക്കോസ് ഇറ്റ് വിൽ റെഡ്യൂസ് ദ ടെമ്പറേച്ചർ 2 to 3 degrees Celsius ലോവർ ദാൻ അവർ ബോഡി ടെമ്പറേച്ചർ. ടെസ്റ്റിസ് എടുത്തു കഴിഞ്ഞാൽ ട്യൂണിക്ക ആൽബുജിനിയ എന്ന് പറയുന്ന ഒരു തിക്ക് കണക്റ്റീവ് ടിഷ്യൂ കവർ, അതിനകത്തായി നിങ്ങൾ ഒരു ട്രാൻസ്ഫർ സെക്ഷൻ എടുത്താൽ, ഇത് ക്ലോസ് സെക്ഷൻ അല്ല കേട്ടോ, ട്രാൻസ്ഫർ സെക്ഷൻ ആണ്. നമുക്ക് ഒരൊറ്റ ടെസ്റ്റിസിലായി 250 ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് കാണാൻ പറ്റും. അതിനകത്ത് 1 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾ കാണാൻ പറ്റും. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്താണ് നമ്മൾ ഈ സ്പെർമാറ്റോജെനസിസ് നടക്കുക. 45 centimeter ലെങ്ത്, 2 to 3 centimeter വിഡ്ത്ത്, 1 to 2 centimeter തിക്നെസ് എന്നൊക്കെ പറയാം. ദെൻ ലൈക്ക് സെമിനിഫറസ് ട്യൂബ്യൂൾ കഴിഞ്ഞാൽ പിന്നെ ആക്സസറി ഡക്സ് ആണ്. നേരെ അത് റെട്ടെ ടെസ്റ്റിസിനകത്ത് തന്നെ വാസ് എഫറൻഷ്യ ടെസ്റ്റിസിൽ നിന്ന് നേരെ എപ്പിഡൈഡമസിലേക്ക് കൊണ്ടുവന്ന് എപ്പിഡൈഡമസ് പോസ്റ്റീരിയർ വാൾ ഓഫ് ദ ടെസ്റ്റിസിലായി ലൂപ്ഡായി നമ്മൾ കാണും. ഈ നമ്മളുടെ എപ്പിഡൈഡമസിൽ നിന്ന് വാസ് ഡിഫറൻസ് നേരെ പോയി യൂറിനറി ബ്ലാഡറിന്റെ ബാക്ക് സൈഡിൽ വെച്ച് സെമിനൽ വെസിക്കിൾസുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇജാക്കുലേറ്ററി ഡക്ട് അത് നേരെ യുറീത്രയിൽ ജോയിൻ ചെയ്യുന്നു, വിച്ച് കംസ് out through the urinary bladder. എന്നിട്ട് ഇത് യൂറോജനീഷ്യൽ ഡക്റ്റ് ആണ് അല്ലേ. ഇത് പോകുന്ന വഴിക്ക് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് വരുന്നുണ്ട്, ബൾബോ യൂറീത്രൽ വരുന്നുണ്ട്. ഫൈനലി ഇറ്റ് ഗോസ് ത്രൂ ദ പെനിസ് ആൻഡ് ഓപ്പൺസ് ത്രൂ യൂറീത്രൽ മിയാറ്റസ്. ഓക്കെ അല്ലേ? ഇവിടെ തന്നെ നമുക്ക് 3 ഗ്ലാൻഡ്സ് കാണാം. സെമിനൽ വെസിക്കിൾ പെയർഡ് ആണ്, ബൾബോ യൂറീത്രൽ ഉണ്ട്, അതുപോലെ തന്നെ പ്രോസ്ട്രേറ്റ് ഉണ്ട്. പ്രോസ്ട്രേറ്റ് സിംഗിൾ ആണ്. കൗപ്പേഴ്സ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ബൾബോ യൂറീത്രൽ പെയർഡ് ആണ്, സെമിനൽ വെസിക്കിൾ പെയർഡ് ആണ്. ടുഗദർ അവർ ഫ്രക്ടോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എൻസൈംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ ഫോർ lubrication ഓഫ് penis. And finally you have the penis as external genitia. നമുക്കറിയാം അതിന്റെ ഏറ്റവും ടിപ്പിലുള്ള റൗണ്ടഡ് പോർഷൻ ലൈക് തിക് പോർഷൻ is called as glans penis and is covered by a skin called as foreskin അല്ലെങ്കിൽ perpus. അപ്പോൾ
Yes, epididymis will store and mature the sperm. Storing and maturing sperm നടക്കുന്ന epididymisലാണ്, and it will store the sperm till the time of ejaculation. Ejaculation point വരെയും epididymisൽ spermനെ സ്റ്റോർ ചെയ്യും. അപ്പം ഞാനൊരു കുഞ്ഞു ചോദ്യം ദേ ഇവിടെ നിന്ന് ചോദിച്ചിട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ വൈൻഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. In your testes, how many testicular lobules are present in both testes in a male? In a male, for their testes, how many testicular lobules are present? പട എന്ന് ഉത്തരം പോരട്ടെ. ആലോചിക്കണം. അത്ര ഈസി ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ് മക്കളെ, നമുക്ക് 2 ടെസ്റ്റസ് ഉണ്ട്. ഒരു ടെസ്റ്റസിലാണ് 250 ടെസ്റ്റിക്കുലർ ലോബ്യൂൾ, 2 ടെസ്റ്റസിലോട് ചേർത്ത് ഇറ്റ് ഇസ് 500 ടെസ്റ്റിക്കുലർ ലോബ്യൂൾ. സോ നെവർ മേക്ക് ദാറ്റ് മിസ്റ്റേക്ക് അഗെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹൗ ഈസ് an epididymis formed? How is an epididymis formed? ഹൗവോ, നമുക്ക് 2 ടെസ്റ്റസ് ഉണ്ട്. ഒരു ടെസ്റ്റസിൽ 250, സെക്കൻഡ് യു ഹാവ് 500. അടുത്ത ക്വസ്റ്റ്യൻ. മൈ ക്വസ്റ്റ്യൻ വാസ് എപ്പിഡൈഡമിസ്. എപ്പിഡൈഡമിസ് ആണ് ഞാൻ ചോദിച്ചത്. Okay, vas efferentia leaves the testis and it opens into epididymis, which is coiled around the posterior wall of the testis. Now, your next question. So, ഇത് ഞാൻ ഒരു reproductive health ആയിട്ട് മിക്സ് ചെയ്ത് ചോദിക്കുകയാണ്. So, if a male undergo vasectomy, if a male undergo vasectomy, the male will produce semen after ejaculation. What are the contents that is present in that particular semen? So after vasectomy, if a male is producing semen, what is there in that semen? Seminal plasma only, which is the all the secretions of seminal vesicles, bulbourethral, as well as Cowper's gland, but there won't be any sperm in it. അല്ലെ, അതിൽ sperm കാണത്തില്ല. So ejaculate ഉണ്ടോ എന്ന് ചോദിച്ചാൽ ejaculate ഉണ്ട്. So after vasectomy, will a male be able to undergo spermatogenesis? So then we will discuss what is spermatogenesis. മെയിലിന് spermatogenesis undergo ചെയ്യാൻ പറ്റുമോ? Yes, the spermatogenesis is happening in the testes. Vasectomy ചെയ്തു എന്ന് പറഞ്ഞാൽ spermatogenesis നടക്കാതിരിക്കില്ല. It's happening in the testes. Fine. So now we go to spermatogenesis. അപ്പോൾ spermatogenesis നടക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങാം. നമുക്കറിയാം, ഇതാണ് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇതിനകത്ത് നമുക്ക് സെർട്ടോളി സെൽസും ഉണ്ട്, അതുപോലെ തന്നെ മെയിൽ ജേം സെൽസും ഉണ്ട്. സ്പെമാറ്റോഗോണിയ അല്ലെ, ഈ സ്പെമാറ്റോഗോണിയ ആണ് സ്പെമാറ്റോജെനസിസ് വഴി സ്പേമായി മാറുന്നത്. ആൻഡ് വി നോ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഉണ്ട്, ലേഡിക് സെൽസ്, വിച്ച് ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ഹോർമോൺസ്, that is androgen. ഇവിടെ ലെഡിക് സെൽസിന് പുറമെ there are other stromal cells. ഇവർക്ക് ഇമ്മ്യൂണോ കോമ്പറ്റന്റ് സെൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി
നമ്മൾ നേരെ പോകുന്നു സ്പെമാറ്റോജെനിസിസ് പ്രോസസ്. സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടിയിലാണ്. ബിക്കോസ് എസ് വി നോ ദാറ്റ് ദ ഹോർമോണൽ റെഗുലേഷൻ ഹാപ്പൻസ് അറ്റ് ദാറ്റ് ടൈം. ഇവിടെ എന്താണ് ഹോർമോണൽ റെഗുലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറയും ഹൈപ്പോതലാമസ് GnRH റിലീസ് ചെയ്യുന്നു, വിച്ച് ആക്ട് ഓൺ ദി ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് FSH ആൻഡ് LH. FSH ആക്ട് ചെയ്യുന്നത് സെർട്ടോളി സെൽസിലാണ്, സ്പെർമിയോജെനിസിസിന് സഹായിക്കും. വേറാസ് LH ആക്ട് ചെയ്യുന്നത് ലെഡിക് സെൽസിലാണ്, വിച്ച് ഹെൽപ്സ് ഇൻ ദ റിലീസ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ടെസ്റ്റോസ്റ്റിറോൺ ബൈൻഡിങ് ആയിട്ടുള്ള ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻസ് എന്ത് ചെയ്യും, സെർട്ടോളി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ടെസ്റ്റോസ്റ്റിറോൺ എന്ത് ചെയ്യും, ഇറ്റ് ഹെൽപ്സ് ഇൻ സ്പെമാറ്റോജെനിസിസ് ദാറ്റ് ഹാപ്പൻസ് ഇൻസൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. ഓക്കെ, ഗ്രേറ്റ്. ഇനി നമ്മൾ മനസ്സിലാക്കണം, സെർട്ടോളി സെൽസ് ഇൻഹിബിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിന് FSHന്റെ ആക്ടിവിറ്റിനെ ഡയറക്ട്ലി ഇൻഹിബിറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അഥവാ FSHനെ ആന്റീരിയർ പിറ്റ്യൂട്ടറിന്ന് റിലീസ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ നൗ സ്പെമാറ്റോജെനിസിസ് എടുക്കുമ്പോൾ ആദ്യം നമുക്ക് വാൾസ് സെമിനിഫറസ് ട്യൂബ്യൂളിലുള്ളത് എന്താണ്, സ്പെമാറ്റോഗോണിയാണ്, വിച്ച് ഇസ് എ ഡിപ്ലോയിഡ് സെൽ വിച്ച് അണ്ടർഗോ മൈറ്റോസിസ് ഡിഫറൻസിയേഷൻ ടു ഫോം പ്രൈമറി സ്പെമാറ്റോസൈറ്റ്. ഈ മെച്ചേർഡ് പ്രൈമറി സ്പെമാറ്റോസൈറ്റ് പിന്നെ എന്ത് ചെയ്യും, മിയോസിസ് 1 അണ്ടർഗോ ചെയ്യും സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ്, മിയോസിസ് 2 അണ്ടർഗോ ചെയ്യും സ്പെമാറ്റിഡ് വിച്ച് അണ്ടർഗോ ഡിഫറൻസിയേഷൻ. അതിനെയാണ് സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. സ്പേംസ് അല്ലെങ്കിൽ സ്പെമാറ്റോസോവ ഫോം ചെയ്യും. ക്ലിയർ ആണ്, പക്കാണ്. ഇവിടെ നമുക്ക് പറയേണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു പോയിന്റുകൾ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മുടെ സ്പെമാറ്റോഗോണിയ പ്രൈമറി സ്പെമാറ്റോസൈറ്റ് ആയിട്ട് മെച്യൂർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവരുടെ DNA കൗണ്ട് നോക്കുമ്പോൾ, ലൈക്ക് യു നോ ഓൾറെഡി ദ ക്രോമസോമൽ കൗണ്ട്, നമുക്കറിയാം സ്പെമാറ്റോഗോണിയ 2N ആണ്, പ്രൈമറി സ്പെമാറ്റോസൈറ്റ് 2N ആണ്. ഫസ്റ്റ് മിയോസിസ് കഴിയുമ്പോഴാണ് N ആവുന്നത്. ദെൻ ഓൾ ദ സെൽസ് ആർ N. നൗ വേറസ് DNA കണ്ടന്റ് എടുക്കുമ്പോൾ സ്പെമാറ്റോഗോണിയ 2N ആണ്, എന്നാൽ പ്രൈമറി സ്പെമാറ്റോസൈറ്റ് മെച്ചുവർ ആയി അത് എസ് ഫേസ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ് ആവാൻ മിയോസിസിലേക്ക് അണ്ടർഗോ ചെയ്യുക. സോ ബേസിക്കലി ഇതിന്റെ കണ്ടന്റ് 4C ആയിരിക്കും. ദെൻ സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ് 2C, ദെൻ സ്പെമാറ്റിഡ് ആവുമ്പോൾ ഇറ്റ് ബിക്കംസ് C, then it is the same in spermatozoa. So DNA കണ്ടന്റും അതുപോലെ തന്നെ നമ്മളുടെ എന്ത് ചെയ്യണം, നമ്മുടെ ക്രോമസോമൽ കണ്ടന്റും ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇറ്റ്സ് ലൈക്ക് 2C, 4Z, 2Z, C, C in a DNA കണ്ടന്റ് കേസ്. ഇനി നമ്മൾ സ്ട്രക്ചർ ഓഫ് സ്പേമിലേക്ക് പോവുകയാണ്. അപ്പൊ സ്ട്രക്ചർ ഓഫ് സ്പേം ആണ് സ്പെമാറ്റോജെനിസിസ് വഴി ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ടേംസ് ആണ്, സ്പെർമിയേഷൻ, സ്പെർമിയോജെനിസിസ്, ഇജാക്കുലേഷൻ. സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെർട്ടോളി സെൽസിൽ ഹെഡ് എംബഡി ചെയ്തിരിക്കുന്ന സ്പെമാറ്റോസോവേനെ ലൂമൻ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂളിലേക്ക് നമ്മൾ പുഷ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയേഷൻ എന്ന് പറയുക. വേറെ ഇജാക്കുലേഷൻ എന്ന് പറയുമ്പോൾ പെനിസിൽ നിന്ന് സെമൻ ഔട്ട്സൈഡ് ഇൻ ടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ ടു ദി ഔട്ട്സൈഡ് പോകുന്നതാണ് ഇജാക്കുലേഷൻ. വേറെ സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത് പ്രോസസ് ബൈ വിച്ച് സ്പെമാറ്റിഡ്സ് കൺവേർട്സ് ഇൻ ടു സ്പെമാറ്റോസോവ. ഇനി ഒരു സ്പേമിന്റെ ഷേപ്പ് എടുത്താൽ ഇറ്റ് ഹാസ് എ ഹെഡ് വിത്ത് ആൻ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്, അക്രോസോം വിത്ത് എൻസൈംസ്, അക്രോസോമൽ ക്യാപ്പ് വിത്ത് അക്രോസിൻ എൻസൈംസ് ഉണ്ട്. ദെൻ യു ഹാവ് നെക്ക് പാർട്ട് വിച്ച് കണ്ടെയ്ൻ പ്രോക്സിമൽ സെൻട്രിയോൾ. പ്രോക്സിമൽ സെൻട്രിയോളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ആക്സിയൽ ഫിലമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കാണുന്നത്. ഈ പ്രോക്സിമൽ സെൻട്രിയോൾ ആണ് ഫീമെയിലിന്റെ മെറ്റാഫേസിൽ അറസ്റ്റ് ചെയ്ത സെക്കൻഡറി oocyteന്റെ oogenesis കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്, മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ പ്രോക്സിമൽ സെൻട്രിയോൾ ആണ്. ദെൻ മിഡിൽ പീസിലായി നമുക്ക് മൈറ്റോകോൺഡ്രിയ ഒരു ബണ്ടിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടെയിൽ അതിനൊരു എന്താണ്, ഒരു ഫ്ലജെല്ലാർ മൂവ്മെന്റ് ആണ്. ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് ഇൻ, യെസ് ആസ് യു നോ, സ്വിമ്മിങ് ഓഫ് യുവർ സ്പെം. കറക്റ്റ് അല്ലേടാ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഡ്യൂറിങ് എ സിംഗിൾ ഇജാക്കുലേറ്റ് 200 to 300 million സ്പേംസ് ആണ് റിലീസ് ചെയ്യുന്നത്. ഔട്ട് ഓഫ് വിച്ച് 60% നോർമൽ ഷേപ്പും സൈസും വേണം, 40% നോർമൽ മോട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ദേ ഈ ഒരു പാർട്ട് സ്പെമാറ്റോജെനിസിസ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, റെഡി അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഹോർമോൺ ദാറ്റ് ഹെൽപ്സ് ഇൻ പ്രൊമോട്ടിംഗ് സ്പെർമിയോജെനിസിസ്? Which is the anterior pituitary hormone that helps in promoting spermiogenesis? Yes, very good. FSH ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. So you are having 100 sperms. Let's consider there is 100 sperms.
during an ejaculate, then how many of the sperms should have vigorous motility among them? How many of it should have vigorous motility? നൂറ് sperm ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് vigorous motility വേണം? Let's consider. Yes, very good. It's 24. That is 60 40% ആണ്. It's not 40%. It's 60 40% ആണ്. Very good, guys. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അടിപൊളി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി DNA content and your chromosome content of a secondary spermatocyte? Secondary spermatocyte-ന്റെ DNA കണ്ടന്റും ക്രോമസോം കണ്ടന്റും എന്താണ്? ഒരിക്കൽ തെറ്റിച്ചോണ്ട് മറക്കൂല. ഇപ്പം മനസ്സിലായ നമ്മളെ ക്ലാസ്സിൽ തെറ്റിച്ചാലേ ഇപ്പൊ പുലിയായില്ലേ? അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത് എക്സാംസ് ഒന്നും മിസ്സാക്കരുതെന്ന്. കാരണം എക്സാംസ് എഴുതിയാൽ നമ്മൾ തെറ്റിക്കും, നമ്മളത് പഠിക്കും. യെസ്, ഇത് ക്ലാസ് എത്ര കണ്ടാലും പഠിക്കൂലായിരുന്നു, പക്ഷെ നമ്മൾ ഇങ്ങനെ പഠിക്കത്തുള്ളൂ. Yes, you have to see the DNA content and the chromosomal content. അടിപൊളി. ഇത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിച്ച കാര്യമാണ്, ടെക്സ്റ്റ് വായിച്ചാൽ മാത്രം പഠിക്കാത്ത കാര്യമാണ്. ഓൾസോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ച കാര്യമാണ്. സോ അപ്പൊ അത് മതി. നമ്മുടെ സ്പെർമാറ്റോജെനിസിസ് സെറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കിനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് പോവാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ജസ്റ്റ് ലൈക്ക് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. നമുക്ക് ആദ്യം ഉള്ളത് ഓവറി ആണ്. ഓവറി എന്ന് പറയുന്നത് ലൈക്ക് വാട്ട് ഇസ് ഡയമെൻഷൻ ഓഫ് ഓവറി എല്ലാവരും വേഗം ഇട്ടോ ചാറ്റ് ബോക്സിലേക്ക്. ഓവറി എന്ന് പറയുന്ന ഓവേർഡ് സ്ട്രക്ചറിനെ ഒരു ഊഞ്ഞാലിൽ എന്ന പോലെ ലിഗമെന്റ്സ് എന്ത് ചെയ്യുന്നു, ഒന്ന് യൂട്രൈൻ വാളിലേക്കും മറ്റൊന്ന് പെൽവിക് വാളിലേക്കുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കടത്തിയിരിക്കുന്നു. ഫ്രം വിച്ച് യെസ്, മണ്ടന്മാരെന്ന് വിളിച്ചേക്ക് ഓർമ്മയുണ്ടല്ലേ, വെളിയിൽ പറയണ്ട. യെസ്, 2 to 4 സെന്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത്. ഈ ലിഗമെന്റ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവറിൽ നിന്ന് നേരെ ഡക്സിലേക്കാണ് ഓവർ മൂവ് ചെയ്യുക. അപ്പം ആദ്യം നമുക്കുള്ളത് ഫലോപ്പിയൻ ട്യൂബ് ആണ്. അതിന്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ലൈക്ക് ഫിംബ്രിയെ വിത്ത് ഇൻഫെന്റിബുലം റീജിയൻ. അത് നേരെ സക്ക് ചെയ്ത് ആംബുല ദ ഡിവൈഡസ് റീജിയൻ വെർ ഫെർട്ടിലൈസേഷൻ ഹാപ്പൻ ടു ദ നാരോ റീജിയൻ ഇസ്തമസ് നേരെ ചെന്ന് യൂട്രസിലേക്ക്. യൂട്രസിന്റെ വാള് നോക്കിയാൽ 3 ലേയേഴ്സ് ആണ് ഉള്ളത്. ഔട്ടർ പെരിമെട്രിയം കണക്റ്റീവ് ടിഷ്യൂ, മിഡിൽ മയോമെട്രിയം വിച്ച് കണ്ടെയ്ൻസ് സ്മൂത്ത് മസിൽസ്, ഇന്നർ എൻഡോമെട്രിയം സൈക്ലിക് ചേഞ്ചസ് അണ്ടർഗോ ചെയ്യുന്നു. ആൻഡ് ഇൻസൈഡ് വിച്ച് യു ഹാവ് എൻ യൂട്രൈൻ ക്യാവിറ്റി. എഗെയിൻ യൂട്രസിന്റെ അപ്പർമോസ്റ്റ് പാർട്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ദിസ് പാർട്ട് ഇസ് കോൾഡ് ആസ് ഫണ്ടസ്. ആൻഡ് യൂട്രൈൻ ക്യാവിറ്റി നേരെ വന്നങ്ങ് നാരോ ആവും. ആ നാരോ റീജിയൻ ആണ് സെർവിക്സ്. സെർവിക്സ് നേരെ ഓപ്പൺ ചെയ്യുന്നു വജൈനയിലേക്ക്. സെർവിക്സ് ആൻഡ് വജൈന ടുഗദർ ഇസ് കോൾഡ് ആസ് ബർത്ത് കനാൽ അല്ലേ മക്കളെ? സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ നേരെ പോകുന്നു ടു ദി ആക്സസറി ഗ്ലാൻഡ്. നമുക്കുള്ള മേജർ ഗ്ലാൻഡ്, ഈവൺ ഇഫ് വജൈനയുടെ അടുത്ത് നമുക്ക് ബത്തോളിൻസ് ഗ്ലാൻഡ് ഉണ്ട്, ജസ്റ്റ് ലൈക്ക് കോപ്പേഴ്സ് ഗ്ലാൻഡ് വിച്ച് ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേഷൻ. ബട്ട് മെയിൻ ഗ്ലാൻഡ് മാമറി ഗ്ലാൻഡ് ആണ് വിച്ച് ഹെൽപ്സ് ഇൻ നറിഷിംഗ് ദി ഓഫ്സ്പ്രിങ്സ് വൺസ് യു ഗിവ് ബർത്ത് ടു ഇറ്റ്. ഈ മാമറി ഗ്ലാൻഡ് ബേസിക്കലി മെയ്ഡ് ചെയ്തിരിക്കുന്നത് 15 to 20 മാമറി ലൊബ്യൂൾസ് വെച്ചിട്ടാണ്. അതിനകത്ത് ഫാറ്റ് ടിഷ്യൂ ഉണ്ട്. ദർ ഇസ് നോ മസിൽസ് ആക്ച്വലി ദർ. ഈ മസിൽസ് ഒക്കെ കാണിച്ചിരിക്കുന്നത് ഓൺ ടു ദ ബാക്ക് സൈഡ്സ് ഓഫ് മാമറി ഗ്ലാൻഡിലേക്കാണ്. ഇനി മാമറി ഗ്ലാൻഡില് ഓരോ നമ്മളുടെ മാമറി ആൽവിയോളയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആൽവിയോളാർ സെൽസ് ഉണ്ട് വിച്ച് ആർ ഏബിൾ ടു സെക്രീറ്റ് മിൽക്ക്. ഇത് ആ ഒരു ക്യാവിറ്റി, ആൽവിയോളാർ ക്യാവിറ്റിയിലേക്ക് വരുന്നു. അവിടുന്ന് ടു ഡു ആംല, മാമറി ട്യൂബ്യൂൾസ്, മാമറി ഡക്ട്, മാമറി ആംപുല, ലാക്ടിഫറസ് ഡക്ട്, അങ്ങനെയാണ് എക്സ്റ്റേണയിലേക്ക് വെളിയിലേക്ക് വരുന്നത്. ടു ഡു ആംലയൊക്കെ പറഞ്ഞു, എന്റെ കണ്ണ് നിറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എക്സ്റ്റേണൽ ജനീഷ്യയിലേക്ക് പോകും. അപ്പോൾ എക്സ്റ്റേണൽ ജനീഷ്യയിൽ നമുക്കറിയാം മോൺസ് പ്യൂബിസ് ആണ്, ഹെയർ ഒക്കെ ഉള്ള ഫാറ്റി ടിഷ്യൂ ഉള്ള റീജിയൻ. അവിടെ നിന്ന് നേരെ നമ്മൾ പോവുക വജൈന. 3 ഓപ്പണിങ്സ് നമ്മൾ നോക്കും. അപ്പോൾ യു ഹാവ് ഏനസ്, യു ഹാവ് വജൈനൽ ഓപ്പണിംഗ്, യു ഹാവ് യുവർ യൂറിനറി ട്രാക്ട് ഓപ്പണിംഗ് ഉണ്ട്. ഇത് 3 സെപ്പറേറ്റ് ആണ്. യുറീത്രൽ മിയാറ്റസ് ഉണ്ട്. സോ യു സി ലേബിയ മേജോറ ആദ്യത്തെ ഫോൾഡ് ഓഫ് ടിഷ്യൂ ആണ്, അത് കവർ ചെയ്യുന്നു വജൈനയെ. പിന്നെ അതിന്റെ താഴെയായിട്ടുള്ള മൈനർ ഫോൾഡ് ആണ് ലേബിയ മൈനോറ. ലേബിയ മൈനോറ അപ്പർ ജംഗ്ഷനിലാണ് ക്ലൈറ്റോറിസ് എന്ന് പറയുന്ന ഒരു സ്മോൾ സ്ട്രക്ചർ കാണുന്നത്. യുറീത്രൽ മിയാറ്റസിന് മുകളിലായിട്ടാണുള്ളത്, വിച്ച് ഇസ് എ സെൻസെക്ഷൽ പാർട്ട് ഇൻ എ ഫീമെയിൽ. ദെൻ you have the vagina which is having a covering by hymen. Hymen open cheyanayittu like there are few many reasons out of which one of it is like intercourse. appo itrayum paranju nere ini oogenesis lekana povallathu. adinu munpu oru chodyam chodikkate. Ready guys? Okay, appo female reproductive partil ninnu enikku aage choikkallathu
oxytocin receptors ഉള്ളത് which part of uterine wall-ലാണ്? യൂട്രൈൻ വാളിന്റെ ഏത് പാർട്ടിലാണ് ഓക്സിറ്റോക്സിൻ റിസപ്റ്റേഴ്സ് ഉണ്ടാവുക? യെസ്, വെരി ഗുഡ് ഗൈസ്. മയോമെട്രിയം. നിങ്ങൾ അല്ലേലും പുലിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുറീത്രൽ മിയാറ്റസ് ഇൻ എ ഫീമെയിൽ. ഓക്കെ, നമ്മൾ എക്സ്റ്റേണൽ ജെനിഷനെ കുറിച്ചാണ് പറയുന്നത്. അതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഇൻ അക്കോർഡിംഗ് ടു ക്ലൈറ്റോറിസ് ആൻഡ് ഇൻ അക്കോർഡിംഗ് ടു വെജൈനൽ ഓപ്പണിംഗ്. എങ്ങനെയാണ് യുറീത്രൽ മിയാറ്റസിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്? If you come from anterior to posterior, first structure you are going to find is clitoris. Then you have urethral meatus, which is followed by vagina. Okay, so this is the how they are arranged. Abhi ini nammal povunu to the next part, which is oogenesis. Makale namakkariyam oogenesis ennu parayunnathu ovum form cheyunna a process ആണ്. oogenesis ശരിക്കും നടക്കുന്നത് ഫീമെയിൽസിൽ നോട്ട് അറ്റ് ദ ടൈം ഓഫ് പ്യൂബർട്ടി. നമുക്കറിയാം അറ്റ് ദ ടൈം ഓഫ് ബർത്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആദ്യം നമുക്കൊരു 2 മില്യൺ ഊഗോണിയാണ് നമ്മളുടെ ഓവറിയിലായിട്ടുള്ളത്, ഓവറിയുടെ കോർട്ടെക്സിലായിട്ടുള്ളത് അല്ലെ. ഈ ഊഗോണിയ മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യുന്നു, മെച്യൂർ ചെയ്യുന്നു, ദേ ഫോം പ്രൈമറി oocyte. ഈ പ്രൈമറി oocyte അണ്ടർഗോ മിയോസിസ് 1 ആൻഡ് ഗെറ്റ് അറസ്റ്റഡ് ഇൻ പ്രോഫേസ്. ഇതാണ് ജനിക്കുന്ന സമയം തൊട്ട് പ്യൂബേർട്ടി വരെ കുട്ടികളുടെ എന്ത് കാണുന്നത്? ഒവേറിയൻ കോർട്ടെക്സിൽ കാണാം. ഈ സമയത്തിനുള്ളിൽ ഈ ഉണ്ടായിരിക്കുന്ന പ്രൈമറി oocyteൽ ഒരുപാട് എണ്ണം നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും, ഡീജനറേറ്റ് ചെയ്യും. സോ അറ്റ് ദി എൻഡ് യു വിൽ ഹാവ് ഓൺലി 60,000 to 80,000 primary oocytes or primary follicles onto the ovary. And then puberty hit ചെയ്യുന്നു. പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്കറിയാം ഈ പ്യൂബർട്ടിയുടെ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പ്രൈമറി oocyte മിയോസിസ് 2 അണ്ടർഗോ ചെയ്തിട്ട് 6,000 to 8,000 അല്ല 60,000 to 80,000 ഈ പ്രൈമറി oocyte മിയോസിസ് 1 അണ്ടർഗോ ചെയ്തിട്ട് അത് സെക്കൻഡറി oocyte ഫസ്റ്റ് പോളാർ ബോഡിയും ഫോം ചെയ്യും. എന്നിട്ട് ഈ സെക്കൻഡറി oocyte പിന്നെ എന്ത് ചെയ്യും? മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്തിട്ട് അറസ്റ്റഡ് ആവും മെറ്റാഫേസിൽ. ഇതിനെയാണ് ഓവുലേഷന്റെ സമയത്ത് ഗ്രാഫിയൻ ഫോളിക്കിൾ റിലീസ് ചെയ്യുന്നത്. ആൻഡ് വെൻ ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ്, എപ്പോഴാണ് സ്പേം ഓവത്തിന്റെ അകത്ത് എൻട്രി ചെയ്യുന്നത്, അപ്രോക്സിമൽ സെൻട്രിയോളിനെ കിട്ടുന്നത്, അപ്പോഴാണ് ഫസ്റ്റ് മെറ്റാഫേസ് കംപ്ലീറ്റ് ചെയ്ത് ഓവമായി കൺവേർട്ട് ചെയ്യും. എന്നിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സോ ജസ്റ്റ് ബിഫോർ ഫെർട്ടിലൈസേഷൻ ദിസ് ഹോൾ തിങ് കംപ്ലീറ്റ്സ് ആൻഡ് ഫോംസ് ഇൻ ടു ആൻ ഓവർ. അല്ലേടാ, സെറ്റാണ്. ഇനി നമുക്കറിയാം പ്രൈമറി oocyte ഇങ്ങനെ ഓവറിയിലെ കോർട്ടെക്സിൽ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇത് ഫോളിക്കുലർ ചേഞ്ചസ് അണ്ടർഗോ ചെയ്യും. ആ ഫോളിക്കിൾസ് ആണ് പ്രൈമറി ഫോളിക്കിൾസ്. അതിന് ഗ്രാനുലോസ സെൽസിന്റെ ഒരു ലെയർ ഉണ്ടായിരിക്കും. എന്നിട്ട് പ്യൂബർട്ടി അണ്ടർഗോ ചെയ്യുമ്പോഴേക്കും ഈ പ്രൈമറി ഫോളിക്കിൾ മോർ ലെയേഴ്സ് ഉണ്ടാക്കും, സെക്കൻഡറി ഫോളിക്കിൾ ആവും. അത് മോർ ലെയേഴ്സും അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് കോൾഡ് ആസ് ആൻഡ്രോം കൂടെ ഫോം ചെയ്തിട്ടാണ് അതെന്താവുന്നത്? അത് ടെർഷ്യറി ഫോളിക്കിൾ ആവുന്നത്. ഈ ടെർഷ്യറി ഫോളിക്കിള് പിന്നെ ഉച്ചക്കൂടെ വലുതാവുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ആവും. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് ചെയ്യും? ഈ oocyteനെ, സെക്കൻഡറി oocyteനെ, ആ സമയത്തേക്കും ടെർഷ്യറി ഫോളിക്കിൾ വെച്ച് പ്രൈമറി oocyte സെക്കൻഡറി oocyte ആവുന്നു. ഈ സെക്കൻഡറി oocyteനെ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് ചെയ്യുന്നു? എടുത്ത് കളയുന്നു, ഓവുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ the body is called as corpus luteum. ആ corpus luteum പിന്നെ ഡീജനറേറ്റ് ചെയ്ത് corpus albicans ആവും, അതൊരു സ്കാർ ആയി മാറും. ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ഓൾ ഹാപ്പൻസ്. ഫോളിക്കുലാർ ചേഞ്ചസ് ഹാപ്പൻസ് ഇൻ ദി ഓവറി. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി ഫോളിക്കിൾ, then you have secondary follicle with more layer, tertiary follicle with antrum. അവിടെ വെച്ചാണ് പ്രൈമറി oocyte സെക്കൻഡറി oocyte ആയത്. ഓൾസോ സോണ പെലൂസിഡ ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ യു ഹാവ് ഗ്രാഫിയൻ ഫോളിക്കിൾ, മച്ച് മോർ ബിഗർ. ഇവിടെ വെച്ചാണ് ഓവുലേഷൻ നടക്കുക. ദെൻ കോർപ്പസ് ലൂട്ടിയം ഇസ് ഫോം. ഓക്കെ ഗൈസ്, ഫോളിക്കുലർ ചേഞ്ചസ് ഡൗട്ട് ഒന്നുമില്ല. സോ ദെൻ വി ആക്ച്വലി ഡിസ്കസ് മെൻസ്ട്രൽ സൈക്കിൾ. അപ്പൊ മെൻസ്ട്രൽ സൈക്കിൾ ഡിസ്കസ് ചെയ്യുന്ന മുമ്പേ ഞാൻ ആക്ച്വലി യൂജെനിസിസിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്
First question is, so which particular what is the number of chromosomes present in a secondary second polar body? What is the number of chromosomes present in a second polar body? Very good. N ആയിരിക്കും അല്ലേ? Just like secondary oocyte, it will have N. Now, in which particular instance a primary polar body, so first polar body is formed in which particular instance? When do a first polar body form? First polar body form ചെയ്യുന്നത് എപ്പോഴാണ്? പറഞ്ഞോടാ, ഫസ്റ്റ് പോളാർ ബോഡി ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? യെസ്, സെക്കൻഡറി oocyte ഉണ്ടാവുമ്പോഴാണ് ഫസ്റ്റ് പോളാർ ബോഡി ഫോം ചെയ്യുന്നത്. That happens inside the tertiary follicle. Tertiary follicle-നകത്ത് വെച്ചാണ് ഇത് ഉണ്ടാവുന്നത്. വെരി 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 ഗുഡ്. അപ്പൊ നമ്മൾ ഈ കാര്യത്തിൽ നല്ല ക്ലിയർ ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു മെൻസ്ട്രൽ സൈക്കിൾ. ആക്ച്വലി ഫീമെയിൽസിൽ ഉണ്ടാവുന്ന ഒരു 28-day സൈക്കിൾ വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് എ മെനാർക്ക് ആൻഡ് വിച്ച് എ മെനോപോസ്. ഇതിനെയാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. 28-day സൈക്കിളാണ് മന്ത്ലി ഉണ്ടാവുന്നത്. ഇവിടെ വെച്ച് എൻഡോമെട്രിയൽ ചേഞ്ചസ്, ഫോളിക്കുലാർ ചേഞ്ചസ് ആൻഡ് ഹോർമോൺ ലെവൽ ചേഞ്ചസ് ആക്ച്വലി ഇനിഷ്യേറ്റ് ദിസ്. അപ്പൊ നമുക്ക് ആദ്യമേ ഫോളിക്കുലർ ചേഞ്ച് പറയാം. On sharp 14-day ovulation നടക്കും. So all during this time primary follicle is getting converted into Graafian follicle. After ovulation എന്ത് പറ്റും? This turns into corpus luteum, waits for most of the time. 14 days ആണ് ശരിക്കും luteal phase വരുന്നത്. അവിടെ most of the days you have corpus luteum and finally towards the 27th day it degenerates into corpus albicans. ഓവമായിട്ടല്ല ഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ സെക്കൻഡറി oocyte ആവുമ്പോഴാണ്, അതിന് ചുറ്റുമാണ് നമുക്ക് സോഡ പെലൂസിഡ ഫോം ചെയ്യുന്നത്. നോട്ട് അറ്റ് ദ സ്റ്റേജ് ഓഫ് ഓവം ഫോർമേഷൻ. സെക്കൻഡറി oocyteന് ചുറ്റും സോഡ പെലൂസിഡ ഫോം ചെയ്യും. ഓക്കെ ആൽഫ. നൗ അപ്പൊ നമ്മൾ ഈ ഫോളിക്കുലർ ചേഞ്ചസിനെ, ആദ്യത്തെ ചേഞ്ചിനെ നമ്മൾ പ്രീ ഓവുലേറ്ററി ഫേസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഫോളിക്കുലർ ഫേസ്. ആൻഡ് ദ നെക്സ്റ്റ് ഫേസ് ഇസ് പോസ്റ്റ് ഓവുലേറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ്. ഇനി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ ഫോളിക്കുലർ ഫേസിന് റെസ്പോൺസിബിൾ FSH ആണ്. FSH കൂടുന്നതനുസരിച്ച് ഫോളിക്കിൾസ് ഇങ്ങനെ ഗ്രോ ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും? ഞങ്ങൾ പീക്ക് ചെയ്യും. എന്നിട്ട് അത് പിന്നെ അങ്ങ് കുറഞ്ഞു വരും. ഓക്കെ, LH സർജ് ചെയ്യുമ്പോഴാണ് ഓവുലേഷൻ സംഭവിക്കുക. ആൻഡ് LH ഇസ് ആക്ച്വലി റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്യാനും LH ആണ് കാരണം. ഇനി ഈ ഫോളിക്കിൾസ് ആണ് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോണിനെ റിലീസ് ചെയ്യുക. ആൻഡ് യു ഹാവ് ടു നോ, പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്നത് ആകെ കോർപ്പസ് ലൂട്ടിയം മാത്രമാണ്. സോ ഓൾ ഡ്യൂറിങ് ദി സൈക്കിൾ ഇറ്റ്സ് ലോ, ബട്ട് യെസ് പീക്ക് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ്, വിച്ച് പീക്സ് ഓൺ ദ 22nd day എന്ന് നമുക്ക് പറയാം. വേറസ് ഈസ്ട്രോജൻ ഗ്രോയിങ് ഫോളിക്കിൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും, അത് പീക്ക് ചെയ്യും. ജസ്റ്റ് ആഫ്റ്റർ ഓവുലേഷൻ ഒന്ന് കുറയും, പിന്നെയും അതെന്ത് ചെയ്യും? പീക്ക് ചെയ്യും. ആൻഡ് ഈസ്ട്രോജൻ ഭയങ്കരമായിട്ട് കൂടുന്നതാണ് LH സർജിനുള്ള മെയിൻ റീസൺ ആയിട്ട് വരിക. പ്രീ ഓവുലേറ്ററി ഫേസിൽ ഈസ്ട്രോജൻ കൂടുമ്പോഴാണ് വിച്ച് ഇനിഷ്യേറ്റ് LH സർജ്. Then we go to the endometrial changes. Endometrial നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോനും കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ബ്രേക്കിംഗ് ഓഫ് എൻഡോമെട്രിയം സംഭവിക്കുക, മെൻസ്ട്രുവേഷൻ. അത് കഴിയുമ്പോൾ ഫസ്റ്റ് 5 days മെൻസ്ട്രുവേഷൻ ആണ്. അത് കഴിയുമ്പോൾ യെസ് ഇറ്റ് ഗോസ് ഓൺ വിത്ത് പ്രോളിഫറേറ്ററി ഫേസ്. പ്രോളിഫറേറ്റ് ചെയ്ത് വലുതാവും. അത് കഴിയുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും? ഇത് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യും, വിച്ച് സെക്രീറ്ററി ഫേസ്. അവിടെ വെച്ച് സെക്രീഷൻസ് കൂടുതലായിരിക്കും, ബ്ലഡ് വെസൽസ് കൂടുതലായിരിക്കും. പ്രോളിഫറേറ്ററി ഫേസിന് കാരണം ഈസ്ട്രോജനും, സെക്രീറ്ററി ഫേസിന് കാരണം പ്രൊജസ്ട്രോണുമാണ്. ഓക്കെ, സോ ദിസ് ഇസ് മെൻസ്ട്രൽ സൈക്കിൾ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which hormone actually causes LH surge in a female? Which hormone actually causes LH surge in female?
വെരി ഗുഡ്, ഈസ്ട്രോജൻ ആണ് LH സർജിന് കാരണമായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Ready alle? Which is a hormone which is both higher in pre-ovulatory and post-ovulatory phase, which have two peaks in menstrual cycle. In pre-ovulatory, post-ovulatory phase, peak കാണിക്കുന്ന ഹോർമോൺ ഏതാണ്? Again it is estrogen. Estrogen pre-ovulatory, post-ovulatory phase എന്തുണ്ട്? പീക്ക് ഉണ്ട്. കാരണം pre-ovulatory phase ഫോളിക്കിൾസ് റിലീസ് ചെയ്യും, post-ovulatory phase കോർപ്പസ് ലൂട്ടിയം റിലീസ് ചെയ്യും. Now moving on to fertilization. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കോപ്പുലേഷൻ കഴിഞ്ഞ് കപ്പാസിറ്റൈസേഷൻ, ഫീമെയിലിന്റെ ബോഡിയിൽ വെച്ച് സെമൻ കപ്പാസിറ്റൈസ്ഡ് ആയിട്ട് അതിന്റെ മൊബിലിറ്റി ഒക്കെ റീഗെയിൻ ചെയ്തിട്ട് അതൊരു നടന്ന് ഫെലോപ്പിയൻ ട്യൂബിലെത്തും. അതിന്റെ ആംബുല ഇസ്തമസ് ജംഗ്ഷനിൽ, പർട്ടിക്കുലർലി ആംബുല റീജിയനിലായിട്ട് അവിടെ ആര് കാത്തിരിപ്പുണ്ട്? നമ്മുടെ ഓവം കാത്തിരിപ്പുണ്ട്. സോറി, ഓവം അല്ല, സെക്കൻഡറി യൂസായിട്ട് കാത്തിരിപ്പുണ്ട്. ഇവിടെ രസമാണ്, സെക്കൻഡറി യൂസായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ചുറ്റും ഒരു പെറ്റിവിറ്റാലിൻ സ്പേസ് ഉണ്ട്. അതിന്റെ ചുറ്റും സോണ പെലൂസിഡ എന്ന് പറയുന്ന ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ലെയർ ഉണ്ട്. അതിനകത്ത് സ്പേമിനെ അക്സെപ്റ്റ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിന് ചുറ്റുമായിട്ട് കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന കൂട്ടം ഗ്രാനുലോസ സെൽസ് ഉണ്ട്. അപ്പൊ ആദ്യം സ്പേം വന്ന് ടച്ച് ചെയ്യുന്നത് ഹൈലുറോണിഡേസ് റിലീസ് ചെയ്തുകൊണ്ടാണ്. ഈ കൊറോണ റേഡിയേറ്റ സെൽസിനിടയിലൂടെ ഞുഴന്ന് വരുന്നു, നേരെ ചെന്ന് സ്പേം റിസപ്റ്റേഴ്സിൻ സോണ പെലൂസിഡയിൽ അറ്റാച്ച് ചെയ്യുന്നു. ഈ അറ്റാച്ച്മെന്റ് വഴി തന്നെ അക്രോസിൻ എന്ന് പറയുന്ന ഒരു എൻസൈം റിലീസ് ചെയ്യും, സോണ പെലൂസിനെ പെനിട്രേറ്റ് ചെയ്ത് സ്പേം എൻറ്റർ ചെയ്യും. പക്ഷെ വൺസ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് പെനിട്രേറ്റഡ്, ഇറ്റ്സ് chemical nature changes and it closes suddenly so that no other sperm can enter into the same ovum. ഈ സമയത്തേക്ക് ഒവേറിയൻ മെംബ്രെയിനെ തുളച്ചുകൊണ്ട് സെക്കൻഡറി യൂസൈറ്റിനകത്തേക്ക് സ്പേം എത്തുന്നു. അതിന്റെ പ്രോക്സിമൽ സെൻട്രിയോളിനെ കൊടുത്തുകൊണ്ട് സെക്കൻഡറി യൂസൈറ്റ് മെറ്റാഫേസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഓവമായി കൺവേർട്ട് ചെയ്യും. നൗ യു ഹാവ് എൻ ഓവം ആൻഡ് എ സ്പേം. കാരിയോജനസിസ്, that is like, well, sorry, karyogamy, that is the marriage of nucleus. Cytogamy, that's the marriage of cytoplasm. എന്നിട്ട് എന്ത് പറ്റും? apomixis, അവിടെ മിക്സിംഗ് ഓഫ് chromosomes ഉണ്ടാവും and you get a zygote. Then we know that ഈ സൈഗോട്ട് പിന്നെ നമ്മളുടെ എന്ത് ചെയ്യും? അതിന്റെ സെക്സ് ഡിറ്റർമിൻഡ് ആണ്, മറ്റു കാര്യങ്ങളെല്ലാം ഡിറ്റർമിൻഡ് ആണ്. ആൻഡ് ഹിയർ ഇസ് ദ ടൈം വെൻ യു ഗെറ്റ് ആക്ച്വലി ട്വിൻസ് ഓൾസോ. നമുക്ക് ഫെറ്റേണൽ ട്വിൻസ് ഉണ്ട്, ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ട്, മോണോസൈഗോട്ടിക് ആൻഡ് ഡൈസൈഗോട്ടിക് ട്വിൻ എന്ന് വിളിക്കും. മോണോസൈഗോട്ടിക് ട്വിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ടായ സൈഗോട്ട് സെയിം DNA സെയിം സെല്ല് സ്പ്ലിറ്റ് ചെയ്ത് 2 ക്ലോൺ സെൽസ് ആവുന്നു. ആ സെൽസ് സെപ്പറേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് മോണോസൈഗോട്ടിക് ട്വിൻസ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ ട്വിൻസ്. അതുകൊണ്ടാണ് അവരുടെ DNA സെയിം ആവുന്നത്. ബേസിക്കലി ബിക്കോസ് ഒരു സെയിം സെല്ല് തന്നെയാണ് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായി, അത് സെപ്പറേറ്റ് ആയി 2 ബേബിയായി ഗ്രോ ചെയ്യുന്നു. വേറസ് ഡൈസൈഗോട്ടിക് ട്വിൻസ് എന്ന് പറയുമ്പോൾ ഒരേ സമയം അമ്മ ഒന്നിലധികം ഓവം ഉണ്ടാക്കി. അപ്പൊ സ്പേം അതേ സമയം പോയി 2 ഡിഫറെന്റ് സ്പേം ചെന്ന് 2നെയും ഫെർട്ടിലൈസ് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് 2 സിസ്റ്റേഴ്സ് ഇൻസൈഡ് ദ സെയിം ഓം. ഇതിനെയാണ് ഫെറ്റേണൽ ട്വിൻസ് എന്ന് നമ്മൾ വിളിക്കുക. അവരുടെ DNA സെയിം ആയിരിക്കത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് 2 സിസ്റ്റേഴ്സ് ഇൻ ദ സെയിം ഓം. അങ്ങനെ നമ്മൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് നേരെ പോകുന്ന പാർട്ടാണ് ഇംപ്ലാന്റേഷൻ. അപ്പൊ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, എന്ത് സംഭവിക്കൂടാ? ഈ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ സെല്ല് ക്ലീവേജ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. മൈറ്റോസിസ് എന്നുള്ള ക്ലീവേജിന്റെ ഡിഫറൻസ്, മൈറ്റോസിനേക്കാളും ഫാസ്റ്റ് ആണ് ക്ലീവേജ്. ഇവിടെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് സൈറ്റോപ്ലാസത്തിന്റെ എമൗണ്ട് കൂടുന്നില്ല. സോ എസ് ഫേസ് മാത്രമേ ഇവിടെ ഉള്ളൂ ഗ്രോത്ത് ഫേസിൽ. അതുകൊണ്ട് തന്നെ DNA ഡിവൈഡ് ചെയ്തിട്ട് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുമ്പോൾ സൈറ്റോപ്ലാസത്തിന്റെ എണ്ണം കൂടുതലല്ലാത്തതുകൊണ്ട് കാരിയോപ്ലാസ്മിക് ഇൻഡെക്സ് ഹൈ ആയിരിക്കും. അതിന്റെ ന്യൂക്ലിയസ് വലുതും സൈറ്റോപ്ലാസം കുഞ്ഞു ആയിരിക്കും. ബേസിക്കലി ഒരു സൈഗോട്ടിന്റെ സെല്ല് തന്നെ മോറിലേക്ക് കാണുള്ളൂ അല്ലെ, അതേ സൈസ് തന്നെ കാണുള്ളൂ. കാരണം സൈറ്റോപ്ലാസം കുഞ്ഞായിരിക്കും, DNA കണ്ടന്റ് മാത്രമേ കൂടിയിട്ടുള്ളൂ. സോ ഇറ്റ് ഡിവൈഡ്സ് ത്രൂ ക്ലീവേജ്. എന്നിട്ട് അതിങ്ങനെ ഫെലോപ്പിയൻ ട്യൂബിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതൊരു ഇസ്തമസ് റീജിയൻ എത്തുമ്പോൾ 8 to 16 സെൽസ് ഉള്ള മോറില എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആവും. ആ സെല്ലുകൾ പിന്നെ അങ്ങോട്ട് അറേഞ്ച് ചെയ്യും. ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ്, ഇന്നർ സെൽ മാസ് ഫോം ചെയ്യുന്ന ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. വെൻ ഇറ്റ് റീച്ചസ് ദ യൂട്രസ്, ഇതിൽ ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ് സെൽസ് എന്ത് ചെയ്യും? എൻഡോമെട്രി അകത്തേക്ക് നമ്മളുടെ ഈ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് എൻട്രി ചെയ്യാൻ സഹായിക്കും. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ആസ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ ഉടനെ
ശരിക്കും പറഞ്ഞാൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ട്രോഫോബ്ലാസ്റ്റ് ഉണ്ടാക്കും, വിച്ച് ഇസ് കോൾഡ് എസ് കൊറിയോണിക് വില്ലൈ. ഇത് എൻഡോമെട്രിയുമായിട്ട് ഇന്റർഡിജിറ്റ് ചെയ്യും ആൻഡ് യു ഗെറ്റ് എ സ്ട്രക്ചർ കോൾഡ് എസ് പ്ലാസെന്റ. പ്ലാസെന്റ എന്ന് പറയുന്ന സ്ട്രക്ചർ നമുക്ക് കിട്ടും. പ്ലാസെന്റ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒറ്റയ്ക്കുള്ള സ്ട്രക്ചറും അല്ല, കുട്ടിയുടെ ഒറ്റയ്ക്കുള്ള സ്ട്രക്ചറും അല്ല, കൊറിയോണിക് വില്ലൈ ഇന്റർഡിജിറ്റിംഗ് വിത്ത് എൻഡോമെട്രിയമാണ്. ഇതുവഴിയാണ് കുട്ടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കുട്ടിയിലേക്ക് എത്തുക, കുട്ടിയുടെ വേസ്റ്റ് റിമൂവ് ആവുക, ഓക്സിജൻ കുട്ടിയിലേക്ക് എത്തുക. Every exchange also it's an endocrine gland which produces hormones. നമുക്കറിയാം ഹ്യൂമൻ കൊറിയോണിക് ഗൊനാഡോട്രോഫിൻ എന്ന് പറയുന്നതാണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. ഇതാണ് അമ്മയ്ക്ക് മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ടാക്കുന്നത്, കോർപ്പസ് ല്യൂട്ടിയത്തിനെ ഇൻടാക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊജസ്ട്രോണിന്റെ അളവ് കൂട്ടിക്കൊണ്ട് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ ആണ്. ഇത് മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റിനാണ് സഹായിക്കുക. പിന്നെ ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും മറ്റെല്ലാ ഹോർമോൺസിന്റെ അളവ് പ്ലാസെന്റ കൂട്ടും. സോ ആസ് ടു ഹെൽപ്പ് ഇൻ മെറ്റബോളിക് നീഡ്സ്, മെറ്റബോളിക് നീഡ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹോർമോൺസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞ് മെറ്റബോളിക് നീഡ് കൂടിയതുകൊണ്ടല്ല ഹോർമോൺസ് കൂടുന്നത്, ഹോർമോൺസ് കൂടിയതുകൊണ്ടാണ് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി ഇവിടെ ഒരു ഹോർമോൺ ഉണ്ട്, റിലാക്സിൻ. ശരിക്കും പറഞ്ഞാൽ ഈ റിലാക്സിൻ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓവറിയിൽ നിന്നാണ്. കോർപ്പസ് ലൂട്ടിയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. 7th month ഓഫ് പ്രഗ്നൻസിയിൽ പെൽവിക് വാളിനെ ഒന്ന് റിലാക്സ് ചെയ്യാനും അതുവഴി നമുക്കറിയാം നമ്മളുടെ പെൽവിക് വാളിനെ റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ പാർച്ചുറേഷൻ സൂപ്പറായിട്ട് നടക്കും. സെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞു. ദാറ്റ് ഈസ് ദി പ്ലാസെന്റൽ ഫോർമേഷൻ. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഇന്നർ സെൽമാസ് ആണ്. ഗ്യാസ്ട്രുലേഷൻ പ്രോസസ്സ് വഴി എക്ടോഡം, എൻഡോഡം, മീസോഡം 3 ലെയേഴ്സ് ഉണ്ടാക്കി ഓർഗനോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മന്തിൽ കുട്ടിയുടെ ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്നു. സെക്കൻഡ് മന്തിൽ ലിംസും ഡിജിറ്റും ഡെവലപ്പ് ചെയ്യുന്നു. 12 weeks അല്ലെങ്കിൽ 3 months മേജർ ഓർഗൻസും എക്സ്റ്റേണൽ ജനീഷ്യം ഫോം ചെയ്യും. 5ാം മാസം കുട്ടി അമ്മയുടെ വയറ്റിനകത്ത് കിടന്ന് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഹെയർ ഓൺ ഹെഡ് ഡെവലപ്പ് ചെയ്യും. 24 weeks 6th month എന്ത് ചെയ്യുക, ഫൈൻ ഹെയർ ഫുൾ ബോഡി ഡെവലപ്പ് ചെയ്യുക, ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യുക, ഐലാഷസ് ഫോം ചെയ്യുക. കുട്ടി ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് നോക്കും. ആൻഡ് 9th month ആകുമ്പോൾ ഇറ്റ്സ് ഫീറ്റസ് ഇസ് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ഫോർ പാർച്ചുറേഷൻ. അങ്ങ് പ്രസവിക്കാം. ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസിനും സ്ട്രെസ് ഉണ്ട്, അമ്മയ്ക്കും സ്ട്രെസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, രണ്ടുപേരും കോർട്ടിസോൾ റിലീസ് ചെയ്യും. അമ്മയ്ക്ക് ഇനി കൊടുക്കാൻ സ്ഥലമില്ല, കുട്ടിക്ക് ഇരിക്കാൻ ഇനി സ്ഥലമില്ല. രണ്ടുപേരും കോർട്ടിസോൾ റിലീസ് ചെയ്യുമ്പോൾ ഈ കോർട്ടിസോൾ ഓടിപ്പോയി നമ്മുടെ പ്ലാസെന്റയിൽ ആക്ട് ചെയ്തുകൊണ്ട് അവിടെയുള്ള പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയ്ക്കുകയും ഈസ്ട്രോജന്റെ അളവ് കൂട്ടുകയും ചെയ്യും. ഈ സമയത്ത് എന്ത് പറ്റും, ഈ ഒരു ചേഞ്ച് കാരണം പ്രോസ്ട്രോഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ആവുകയും ഇത് യൂട്രസിന് ഒരു മൈൽഡ് കോൺട്രാക്ഷൻ കൊണ്ടുവരികയും ചെയ്യും. ആൻഡ് ദാറ്റ് ടുഗദർ ഈസ് കോൾഡ് എസ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. എന്നാൽ അമ്മയും കുട്ടിയും കൂടെ ചേർന്നാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് കൊണ്ടുവരുന്നത്. ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടായ ആ ഒരു കോൺട്രാക്ഷൻ നമ്മുടെ സെൻസറി ന്യൂറോൺസ് നേരെ ബ്രെയിനിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഹൈപ്പോതലാമസിൽ നിന്ന് ഓക്സിറ്റോക്സിൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്നു. അങ്ങനെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുമ്പോൾ ആ ഓക്സിറ്റോക്സിൻ യൂട്രൈൻ നമ്മളുടെ മയോമെട്രിയത്തിൽ ചില റിസപ്റ്റേഴ്സിൽ ചെന്ന് ബൈൻഡ് ചെയ്തിട്ട് യൂട്രസിനെ കോൺട്രാക്ട് ചെയ്യും. ഒറ്റ കോൺട്രാക്ഷനിൽ കുട്ടി വരത്തില്ല. കോൺട്രാക്ഷനിൽ എന്ത് ചെയ്യും, പിന്നെ ഇൻഫോർമേഷൻ പോവും, മോർ ഓക്സിറ്റോക്സിൻ ഈസ് റിലീസ്. ഓക്സിറ്റോക്സിൻ ലെവൽ ഇങ്ങനെ കൂടി വരും, കോൺട്രാക്ഷന്റെ പെയിൻ ഇങ്ങനെ കൂടി വരും, സെർവിക്സ് ഡയലേറ്റ് ചെയ്യും, ഹൈ കോൺട്രാക്ഷൻ വരും, കുട്ടി ക്ലിക്ക് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരും. ദാറ്റ് ഇസ് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ നടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും പ്ലാസെന്റ എന്ന് പറയുന്ന ടെമ്പററി ഓർഗനും എന്ത് ചെയ്യും, വെളിയിലേക്ക് വരും. അതിനെയാണ് ആഫ്റ്റർ ബർത്ത് എന്ന് പറയുക. ആഫ്റ്റർ വിച്ച് കുട്ടി ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് അമ്മ പാല് കൊടുക്കും. മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിനും മിൽക്ക് ഇജക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോക്സിനും ആണെന്ന് നമുക്കറിയാം. ആൻഡ് വൺ മോർ തിങ് ടു ആഡ് ഓൺ ഹിയർ, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യത്തെ മിൽക്ക്, അമ്മയുടെ മിൽക്ക് എന്ന് പറയുന്നത് യെല്ലോ കളേർഡ് ആയിട്ടുള്ള കൊളസ്ട്രോം എന്ന് പറയുന്ന മിൽക്കാണ്. ഇതിൽ ഹൈ ഓർ റിച്ച് ഇൻ ആന്റിബോഡി IgA ആയിരിക്കും, വിച്ച് പ്രൊവൈഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ടു ദി ബേബി, ഓൾസോ ഹൈ ആൻഡ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ അടിപൊളിയായി നമ്മൾ കുട്ടീനെ പ്രസവിച്ച് പാൽ കൊടുത്ത് വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്കാണ് പോവുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് 2025 ക്വസ്റ്റ്യൻ. റെഡി? ഓക്കെ അല്ലേടാ? എല്ലാരും പടപട ചെയ്തോ.
Twins are born to a family that lives next door to you. Oh, in the Rasamaya question. The twins are a baby and a girl. Which of the following must be true? Baby and like babies are a boy and a girl means it should be, of course, fraternal twins. Answer is first option. Question number 2. Find the correct statement. In human pregnancy, major organ systems are formed by the end of 12 weeks, that is 3 months. In human pregnancy, major organ systems are formed by 8 weeks, തെറ്റാണ്. Human pregnancy heart is formed after first month. Human pregnancy limbs and digits develop by second month. Human pregnancy appearance of hair usually absent on the 5th month. അങ്ങനെ നോക്കുമ്പോൾ we have A, C, D, E. Answer is third option. ആണോ വിഘ്നേഷേ? സ്പെർമാറ്റോജെനസിസ് ചോദിച്ചു. എടാ, യു ആർ സ്റ്റഡിങ് ഫോർ മെഡിക്കൽ കോഴ്സ്? ശരിക്കും ഫസ്റ്റ് ഇയറിൽ സ്പെർമാറ്റോജെനസിസ്, oogenesis ഒക്കെ സ്ഥിരം ചോദിക്കുന്ന എംബ്രിയോളജി ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് കേട്ടോ. Yes, let's see. Reduction division for human female gametogenesis starts earlier than that of male gametogenesis. Yes, it happens at the time of embryogenesis. The gap between the first meiotic division and the second meiotic division is much shorter for a male. Yes, it's very shorter for a male than a female. The first polar body is associated with the formation of primary oocyte, secondary oocyte. Luteinizing hormone surge leads to disintegration of endometrium and onset of menstrual bleeding. No, it causes ovulation. So we can say A and B is true. Answer is fourth option. കഴിഞ്ഞ ഇയർ സൈലത്തിൽ പഠിച്ചതാണ്. MBBS നമ്മൾ ഒരുപാട് കാര്യം ഇവിടെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോയില്ലേ അല്ലേ? So happy to hear that. ഫസ്റ്റ് ഇന്റേണൽ നടക്കുകയാണ്. അടിപൊളി. അനാറ്റമി ഇപ്പൊ ഏത് പാർട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? upper limb thorax. First menstruation is called, it's called as a menarche. Question number 5. So നിങ്ങളൊക്കെ ഇടയ്ക്ക് വരുന്നത് ഭയങ്കര ആസ്പിറേഷൻ ആണ് കേട്ടോ ഇവർക്കൊക്കെ. ആരൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫിലൊക്കെ പറയാ എത്തിയില്ലേ, ഇനി 5 വർഷം പൊളിയായിട്ടങ്ങ് വെക്കോളൂ. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഉപയോഗം വരെ ഫിസിയോളജിയാണ്. അനാറ്റമി പിന്നെ നമ്മൾ കുറേയൊക്കെ എല്ലാം നമ്മളെ കയ്യിൽ നിന്നിട്ട് പഠിച്ചേ പറ്റൂ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പർ ലിംബ്, ലോവർ ലിംബ് കഴിഞ്ഞു. ഓക്കെ, ഇനി ഹെഡ് ആൻഡ് നെക്ക്. രസം. അപ്പൊ നോക്കാം. ഹെഡ് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, എനർജി മിഡിൽ പീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അക്രോസോം എൻസൈംസ് ആൻഡ് ടെയിൽ സ്പെർം മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നു. സോ A4 you have B, yes you have B3, you have C1, so and D4. Answer is third option. Sorry, answer is fourth option. ഞാൻ എന്താണ്? Answer is fourth option. Next question. അടിപൊളിയായിട്ട് പഠിക്കട്ടോ. NEET 2024 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവരെഴുതിയ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ കണ്ടത്. ഇനി 2024ലേക്ക് കിടക്കും. Identify the correct option with respect to spermatogenesis. Yes, GnRH, LH and FSH. So A should be FSH. രണ്ട് ഓപ്ഷൻസിലാണ് FSH വരിക അല്ലേ? ബാക്കി രണ്ടും കട്ട് ചെയ്യാം.
They നോക്കിയടാ LH act on the Leydig cells. There is no Sertoli cells. So answer is first option itself. പിന്നെ നമുക്കറിയാം FSH act on the Sertoli cells. It actually helps in the release of certain factors which helps in spermatogenesis. So answer is first option. Thank you so much, Vignesh. ശരിക്കും നിങ്ങളാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ലൈവ് ഓൾസോ. നിങ്ങൾക്ക് അടിപൊളി ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയാനായിട്ടാണ് വന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ക്ലാസ്സിനിടയ്ക്ക് ഓടി വന്നിട്ട് ഈ പ്രാവശ്യം ഇന്റേണൽസിന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. കണ്ടോ, ലാസ്റ്റ് ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിറയെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണ്ടേ വിഘ്നേഷേ? ഒരു എക്സാം സ്കിപ്പ് ചെയ്യാൻ പാടില്ലല്ലോ, അത് ഇമ്പോർട്ടൻ്റ് അല്ലേ? താങ്ക് യു സോ മച്ച്. പഠിച്ചു പോയ മക്കൾ തിരിച്ചു വന്നിങ്ങനെ പറയുമ്പോഴാണ് ഭയങ്കര സന്തോഷം വരിക. ഇനി അടുത്ത വർഷം നിങ്ങളാണ് കേട്ടോ ഇതുപോലെ ലൈവിന്റെ സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കയറുക. ഇവർ പൊളിക്കുകയാണ്. ഇവരിപ്പോഴും PYQ ഒക്കെ ചെയ്ത് നല്ല സെറ്റ് ആവുകയാണ്. ഇപ്രാവശ്യത്തെ NEET 2026 എങ്ങനെ വന്നാലും തകർത്ത് കളയും നമ്മൾ. So let's see. Given below are two statements. One is labeled assertion, the other is reason. FSH act upon ovarian follicle in female and Leydig cell in male. തെറ്റാണ്. It act on Sertoli cells in male. Growing ovarian follicle secrete estrogen in female while interstitial cells secrete androgen in male human being. So which is correct? Assertion is false. Reason is true. Answer is fourth option. അവസാന മാസം ഇറ്റ്സ് എക്സാം ടൈം. ഇത് ഞാനല്ല, നീറ്റ് എഴുതി കഴിഞ്ഞ വർഷം എഴുതി ഈ വർഷം കോളേജിൽ പഠിക്കുന്ന വിഘ്നേഷ് ആണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും തകർത്ത് വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എല്ലാ എക്സാംസും മിസ്സാക്കാതെ എഴുതുക. അവർക്ക് എല്ലാവർക്കും ഒരു പരിപാടിയുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കും കേട്ടോ വിഘ്നേഷേ. സെറ്റാക്ക. നാളത്തെ എക്സാം പൊളിയാവട്ടെ. ഇന്റേണൽസ് അല്ലേ, സെറ്റാക്കാം. Okay, let's do. Given below are two statements. Statement 1, the presence or absence of hymen is not a reliable indicator of virginity. Absence and presence of like hymen എന്ന് പറയുന്നത് ഒരു reliable indicator of virginity അല്ല എന്ന് പറയുന്നു, which is actually true. The hymen is torn during the first coitus only എന്ന് പറയുമ്പോൾ തന്നെ ആ സ്റ്റേറ്റ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്നതാണ്. So we can say statement 1 is true whereas 2 is false. Answer is third option. Question number 4. So next question. Breastfeeding during initial period of infant growth is recommended by doctors for bringing a healthy baby. Correct ആണ്. Colostrum contains several antibodies absolutely essential for developing resistance for the newborn baby. That's the reason for it. So we can say assertion and reason is correct and reason is the correct explanation. Answer is first option. Question number 5. Which of the following is not a component of fallopian tube? അപ്പൊ ഈസി ക്വസ്റ്റ്യന് വരും. Yes, uterine fundus, Vakismus infantibulum and ambula is re-NEET 2024. നമുക്കറിയാം 2024 നീറ്റ് ആയിരുന്നു ഏറ്റവും പ്രശ്നമേറിയ നീറ്റ്. കുറേ അധികം എന്താണ് ഗ്രേസ് മാർക്കുകൾ വരുന്നു. ഒരുപാട് കുട്ടികൾക്ക് ഫസ്റ്റ് റാങ്ക് വരുന്നു. അങ്ങനെ നമ്മളെ എന്താണ് 720ക്ക് 719 വന്ന് കുട്ടികൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയ വർഷമാണ്. യെസ്, ആൻഡ് ദെയർ വാസ് എ re-NEET. അപ്പം നമുക്ക് നോക്കാം.
Mons pubis, fatty cushion of cells covered by skin and hair. A2 ആണ്. രണ്ട് options. Clitoris is tiny finger like projections above labia minora. So B3 വരുന്നു. Then hymen is a thin membrane structure covering vaginal opening. So C4 answer is first option. And labia majora as a freshly formed of tissue surrounding vaginal opening. Next, match the following. Now come several antibodies for newborn babies. Yes, which is present in colostrum. So C1 with no option. 1. Then collection of ova after ovulation is by fimbriae. Fetal ejection reflex for parturition. Placenta secretes HCG hormone. Arrange the following parts in human mammary gland transversing the route of milk ejection. എപ്പോഴും ചോദിക്കുന്നുണ്ടാവും നമ്മളിത് കോഡ് വെച്ചൊക്കെ പഠിച്ചേ. Mammary alveolus followed by tubule, duct, ampulla, lactiferous duct. So that is CEADB. Answer is CEADB. Answer is third option. Question number 4. Given below are two statements. One is labeled assertion, the other is given as reason. Find the correct explanation. During menstrual cycle, the ovulation takes place approximately on 14th day. Rapid secretion of LH in the middle of menstrual cycle induces rupture of Graafian follicle, thereby release of ovum. So we can say it's a correct explanation. Assertion and reason is true and it's a correct explanation. Answer is third option. Now, NEET 2023 paper. So let's move on. Given below are two statements regarding oogenesis. In the light of above statements, choose the right answer from the options given below. Primary follicles are surrounded by more layers of granulosa cells, atheca, and show fluid-filled cavity andrum. Now it's called as secondary follicle. Allah. Fluid-filled andrum is called as tertiary follicle. Graafian follicle rupture to release secondary oocyte from the ovary by the process called ovulation. Correct. Statement 1 is incorrect. 2 is correct. Answer is second option. No, it has to be നമ്മുടെ റിലീസ് ഓഫ് ഓവം. ഈ ഒരു സെന്റൻസ് നമുക്ക് NCERT ഉള്ള സെന്റൻസ് അല്ലേടാ. ഇറ്റ്സ് കോൾഡ് എസ് ഓവം ഓർ സെക്കൻഡറി യൂസൈറ്റ് എന്നാണ് തോന്നുന്നത്. ഐ വിൽ ജസ്റ്റ് ചെക്ക് ഇറ്റ്. 1 second. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. യെസ്, ഇത് ടെക്സ്റ്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഓവം എന്ന് വന്നിരിക്കുന്നത്. മോള് പറഞ്ഞ ശരിയാണ്, സെക്കൻഡറി യൂസൈറ്റ് ആണ്, പക്ഷെ ഓവം എന്ന് അങ്ങനെയാണത് വന്നിരിക്കുന്നത്. ടെക്സ്റ്റിലെ സെന്റൻസ് ആണ്. റിലീസ് ഓഫ് ഓവം ഈസ് കോൾഡ് എസ് ഓവുലേഷൻ. ഇത് കറക്റ്റ് ആണ് കേട്ടോ. സോറി, മോളല്ല മോൻ. സിദ്ധാർത്ഥ, ഇത് കറക്റ്റ് ആണ്. സിദ്ധാർത്ഥ പറഞ്ഞ
ലൈക്ക് കണ്ടസ്റ്റിൽ അത് കറക്റ്റാണ്, പക്ഷെ ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടെക്സ്റ്റ് കിടക്കുന്നതുകൊണ്ടാണ്, അതേപോലെ വന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്കതിനെ ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ശരിക്കും റിലീസ് ഓഫ് സെക്കൻഡറി oocyte എന്ന് തന്നെ പറയണം. Given below are two statements. In light of the above statement, choose the most appropriate answer from the option given below. എവിടെ പോയി? നമ്മുടെ സിദ്ധാർത്ഥ് മാത്രമേ ഉള്ളൂ ഈ +2 ബാച്ചിലെ. സൂപ്പർ കിങ്സുകാരൊക്കെ അങ്ങ് മിസ്സാവുന്നുണ്ട്. Release of sperm into seminiferous tubule is called spermiation. This was a very controversial question. This is actually wrong. Seminiferous tubule-ലേക്ക് സ്പേമിനെ ഇടുന്ന പ്രോസസ്സിനെ അല്ല സ്പെർമിയേഷൻ എന്ന് പറയുക. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ വാളിൽ നിന്ന് ല്യൂമനിലേക്ക് സ്പേം മൂവ് ചെയ്യുന്നതിനെയാണ് സ്പെർമിയേഷൻ എന്ന് പറയുക. സോ ആക്ച്വലി ദിസ് ഇസ് റോങ്. Spermatogenesis is a process of formation of sperm from spermatogonia. No, it is a formation from spermatid to spermatozoa. Differentiation ആണ് spermiogenesis എന്ന് പറയുക. അപ്പോൾ നമുക്ക് പറയാം രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. It was a very controversial question in that year. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ സ്പേം ഇൻ ടു സെമിനിഫറസ് ട്യൂബ്യൂൾ ആണല്ലോ, ഇൻ ടു ദ ലൂമൻ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കുമ്പോൾ റിലീസ് ഓഫ് സ്പേം ഇൻ ടു സെമിനിഫറസ് ട്യൂബ്യൂൾ എന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ലാതെ ഇത് ഇൻ ടു ദ ലൂമൻ എന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ദാറ്റ് ഗോസ് റോങ്. ആൻസർ ഇസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്. തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ: which of the following statement are true for spermatogenesis but do not hold true for oogenesis? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പല കുട്ടികളും തെറ്റിച്ചിട്ടുണ്ട് ആ ഒരു ടൈം. അതിനൊരു മേജർ റീസൺ യെസ്, വാൾ ടു ദ ലൂമൻ എന്ന് പറഞ്ഞാൽ ശരിയാവും. എടാ, വാട്ട് ഈസ് സ്പെർമിയേഷൻ? ദ പ്രോസസ് ബൈ വിച്ച് നമ്മൾ വാൾ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് ശരിക്കും സെർട്ടോളി സെൽസിന്റെ മൗത്തിലായിട്ടിരിക്കുകയാണ് നമ്മുടെ ആരെന്ന് പറയുന്നത് സ്പെർമാറ്റോസോവ. ഇതിനെ ലൂമനിലേക്ക് പാസ് ചെയ്യുന്നതിനെയാണ് സ്പെർമിയേഷൻ എന്ന് പറയുക. അല്ലല്ല, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ റിലീസ് ഓഫ് സ്പേം ഇൻ ടു ദ സെമിനിഫറസ് ട്യൂബ്യൂളിനെ മാത്രമല്ല നമ്മൾ സ്പെർമിയേഷൻ എന്ന് പറയുക. സോ ദാറ്റ് വൈസ് ദിസ് ഇസ് റോങ്. അങ്ങനെയല്ലല്ലോ ആ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുള്ളത്. ഫ്രം ദ വാൾ ടു ദി ലൂമൻ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂളിലേക്കാണ് നമ്മൾ സ്പെർമിയേഷൻ എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല പഠിച്ചിട്ടുള്ളത്. thereby that goes wrong. Which of the following statement are true for spermatogenesis but do not hold true for oogenesis? അത് നമുക്ക് എന്തുകൊണ്ടാണ് തെറ്റാവാൻ സാധ്യതയെന്ന് അറിയാവോ ആൽഫ? കാരണം ഇൻ ടു ദ സെമിനിഫറസ് ട്യൂബ്യൂൾ എന്നാണ് പറഞ്ഞത്, ഫ്രം ഔട്ട്സൈഡ് എന്നാണ് നമ്മൾ ആ ഒരു അത് വേർഡിങ്ങിന്റെ ഇൻകറക്ഷൻ ആണ്. നമ്മളൊരു സാധനത്തിന്റെ ഇൻ ടു ദ സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തായിരിക്കും? ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് എന്നല്ലേ? ഔട്ട്സൈഡിൽ നിന്ന് ഇൻ ടു കൊടുക്കുന്നതല്ലല്ലോ സ്പെർമിയേഷൻ. യു ഗോട്ട് ഇറ്റ്? നമ്മുടെ സാധനം ഐ എം ഗോയിങ് ടു കീപ് യു ലൈക്ക് ഐ എം ഗോയിങ് ടു ത്രോ ഇറ്റ് ഇൻ ടു ദി ബാസ്ക്കറ്റ്. ഇൻ ടു ദി ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് എന്ന് എടുക്കത്തുള്ളൂ. അല്ലെ ബാസ്ക്കറ്റിന്റെ വാളിൽ നിന്ന് അതിന്റെ വെളിയിലേക്ക് വന്നു നമ്മൾ എടുക്കില്ല. ബോണസ് മാർക്കൊന്നും കൊടുത്തില്ല. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്? അത് രണ്ട് റോങ് ആയിട്ടാണ് കൊടുത്തത്, കാരണം അത് വേർഡ്ലി റോങ് ആണ്. Which of the following statement are true for spermatogenesis but do not hold true for oogenesis? നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞോ? ഇനി ഞാൻ പറയട്ടെ. ഇറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗാമേറ്റ്. പക്ഷേ അത് രണ്ടിനും ട്രൂ ആണ്, ഒരാൾക്ക് മാത്രമല്ല. ഡിഫറൻസിയേഷൻ ഓഫ് ഗാമേറ്റ് occur after completion of meiosis. മിയോസിസ് കംപ്ലീഷൻ ചെയ്ത് ഡിഫറൻസിയേഷൻ ഓഫ് ഗാമേറ്റ് നടക്കുന്നത് മിയോസിസിന്റെ കംപ്ലീഷന് ശേഷമാണ്. അത് സ്പെർമാറ്റോജെനസിസിലേ ഉള്ളൂ, ഡിഫറൻസിയേഷൻ oogenesisലില്ല. മിയോസിസ് occurs continuously in a mitotically dividing sperm cell population. കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ലുതെൻസിങ് ഹോർമോൺ ആൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പക്ഷെ അത് രണ്ടുപേർക്കും ട്രൂ ആണ്. ഇറ്റ് ഈസ് ഇനിഷ്യേറ്റഡ് അറ്റ് പ്യൂബർട്ടി, വിച്ച് ഇസ് correct. So we can say B,
C and E is correct. Answer is first option. True for ആണ് ചോദിച്ചത്. B, C and E is correct. Answer is first option. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് മാത്രം ട്രൂ ആയിട്ടുള്ളതാണ് നമ്മളടുത്ത് പറയാൻ പറഞ്ഞത്. രണ്ടുപേർക്കും ട്രൂ ആയിട്ടുള്ളതിന് നമ്മൾ റോങ് ആയിട്ട് വേണം എടുക്കാൻ. ഒരാൾക്ക് മാത്രം ട്രൂ ആയിട്ടുള്ളത് വേണം നമ്മൾ പറയാൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ തെറ്റാൻ, ഇഫ് ഇറ്റ് ഇസ് ട്വിസ്റ്റഡ് യു ഹാവ് ടു യൂസ് യുവർ ബ്രെയിൻ. ദെൻ arrange the following male sex accessory ducts in the correct sequence for the transport of sperm from testes. നോക്കാം, നമുക്കറിയാം റെഡ് ടെസ്റ്റിസ് തുടങ്ങും. സോ ഇറ്റ്സ് ഡി. റെഡ് ടെസ്റ്റിസ് കഴിഞ്ഞാൽ വാസ് എഫറൻഷ്യ സി ആണ് വരാനുള്ളത്. 2 ഓപ്ഷൻസ്. വാസ് എഫറൻഷ്യ കഴിഞ്ഞാൽ എപ്പിഡൈഡമസ് എ വരുന്നു. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ അല്ലെ. എപ്പിഡൈഡമസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വാസ് ഡിഫറൻസ് ഇജാക്കുലേറ്ററി ഡക്ട്. നൗ 2022 പറക്കുകയാണ് നമ്മൾ. അറേഞ്ച് ദ കോമ്പോണൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്സ് ഫ്രം പ്രോക്സിമൽ ടു ഡിസ്റ്റൽ. യെസ്, നമുക്കറിയാം ആദ്യം ആൽവിയോളയാണ്. അത് കഴിയുമ്പോഴേക്കും യു ഹാവ് മാമറി ട്യൂബ്യൂൾ, ഡക്ട്, ലാക്ടിഫറസ് ആംപുല, ലാക്ടിഫറസ് ഡക്ട്. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given below are 2 statements labeled as assertion and reason. Find the answer. ഇൻസൈഡ് ടു ഔട്ട്സൈഡ് എന്ന് പറയാം, പ്രോക്സിമൽ ടു ഡിസ്റ്റൽ എന്ന് പറയാം. നമ്മുടെ ബോഡിക്ക് അടുത്ത് നിന്ന് ദൂരേക്ക്, പ്രോക്സിമൽ ടു ഡിസ്റ്റൽ. ഡ്യൂറിംഗ് പ്രഗ്നൻസി ലെവൽ ഓഫ് തൈറോക്സിൻ ഈസ് ഇൻക്രീസ്ഡ് ഇൻ മെറ്റേണൽ ബ്ലഡ്. കറക്റ്റ് ആണ്, തൈറോക്സിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പ്രഗ്നൻസി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മെറ്റബോളിക് ചേഞ്ചസ് ഇൻ മദർ. അതും ശരിയാണ്. ബട്ട് ഈസ് ഇറ്റ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ? നോ. മെറ്റബോളിക് ലെവൽ ഓഫ് തൈറോക്സിൻ കൂടുന്നതിന് കാരണം മെറ്റബോളിക് ചേഞ്ചസ് മദറിൽ ഉണ്ടാവുന്നതുകൊണ്ടല്ല. തൈറോക്സിൻ കൂടിയത് കൊണ്ടാണ് അമ്മയ്ക്ക് മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ടായത്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? അമ്മയ്ക്ക് മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ടാവാൻ കാരണം തൈറോക്സിൻ ലെവൽ കൂടിയതാണ്. അല്ലാതെ മെറ്റബോളിക് ചേഞ്ചസ് മാറിയത് കൊണ്ട് തൈറോക്സിൻ കൂടിയതല്ല. ഓ, മെറ്റബോളിസം നാളെ തൊട്ട് കൂടാൻ പോവുകയാണ് എങ്കിൽ തൈറോക്സിൻ കൂടാന്നല്ല, തൈറോക്സിൻ കൂടിയതുകൊണ്ടാണ് മെറ്റബോളിസം കൂടിയത്. സോ ഇറ്റ്സ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അത് തിരിച്ചാണ് വരാനുള്ളത്. എടാ, ബുദ്ധി ഉപയോഗിക്കൂ. ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ. റിസപ്റ്റേഴ്സ് ഫോർ സ്പെർം ബൈൻഡിങ് ഇൻ മാമൽസ് ആർ പ്രസന്റ് ഓൺ. ഇത് ഞാൻ ഈവൻ പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് പറഞ്ഞായിരുന്നു. എന്നിട്ട് എനിക്കറിയായിരുന്നു ക്വസ്റ്റ്യൻ വരുമ്പോൾ തെറ്റിക്കുന്നു. യെസ്, ഇറ്റ്സ് പ്രസന്റ് ഓൺ ദി സോണ പെലൂസിഡ ലെയർ. ക്വസ്റ്റ്യൻ. Which of the following secrete the hormone relaxin during the later phases of pregnancy? Hormone മണ്ടന്മാരെന്ന് വിളിപ്പിക്കണോ? പബ്ലിക് ലൈവിൽ വിളിപ്പിക്കണോ? Which of the following secretes the hormone relaxing during the last phase of pregnancy? Yes, it is corpus luteum. അല്ലേ? ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. നെക്സ്റ്റ്.
നമുക്ക് 2020 meiotic division of secondary oocyte is completed. Secondary oocyte meiotic division complete ചെയ്യുന്നത് at the time of fusion of sperm with ovum ആണ്. Answer is third option. Next. Match the following and select the correct option. Placenta, human chorionic gonadotrophin. So A2 ആണ് വരിക. A2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ 3. ദെൻ അത് ഇങ്ങോട്ടാണ് കേട്ടോ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് വെച്ച് വന്നതാണ്. അടുത്തത് സോണ പെലൂസിഡ, നമുക്കറിയാം, വിച്ച് ആക്ച്വലി ഈസ് എ ലെയർ ഓഫ് ഓവം. ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്, റീപ്ലിക്കേഷൻ ഓഫ് പെനിസ് ആൻഡ് ലെഡിക് സെൽസ് റിലീസ് ആൻഡ്രോജൻ. നെക്സ്റ്റ്, നമ്മൾ 2006 നിന്ന് 19 കുതിക്കുകയാണ്. തിരിച്ച് റൗണ്ടിലാണ്. 2006 ജനിച്ച ആരും ഇല്ലല്ലോ ഇവിടെ അല്ലേ? ഉണ്ടാവില്ലല്ലോ അല്ലേ? നിങ്ങളെക്കാൾ പ്രായമേറിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ ഇത് എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. Sertoli cells are regulated by the pituitary hormone known as. അന്നൊക്കെ AIPMT ആണ്. 2016 നീറ്റ് ആയത്. സോ ഇറ്റ്സ് ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ്. 2007 ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ, അല്ല, നിങ്ങൾ ജനിക്കുന്ന മുമ്പേ ഉള്ള എക്സാം തൊട്ട് നമ്മൾ ഇനി തുടങ്ങുകയാണ്. 2008, 2007. എല്ലാ കുഞ്ഞു പിള്ളേരെ, നിങ്ങൾ ജനിക്കുന്ന മുമ്പേ ഉള്ള ഒരു പേപ്പറിൽ നമുക്കിനി ബാക്കി ഭാഗങ്ങൾ തുടങ്ങാം. ജനിച്ച 1 വയസ്സ് 2 വയസ്സ് അങ്ങനെ. അപ്പൊ ഇപ്പൊ 0-ൽ കിടക്കാണ്. കുറച്ചു പേരുടെ ജന്മവർഷം അടുത്ത് വരും. Sertoli cells are regulated by pituitary hormone known as FSH അല്ലേ? എന്റെ ചേച്ചി APMT ആണ് എഴുതിയത്. So let's see. Withdrawal of which of the hormone is immediate cause of menstruation? പിന്നെ നമുക്ക് ആൽഫ ചേച്ചീനെ ചലഞ്ച് ചെയ്യാം. ചേച്ചി എഴുതിയ APMTയുടെ പേപ്പർ ഞാൻ എഴുതി. സുവോളജി എനിക്ക് ഫുൾ കിട്ടിയത്. സുവോളജി അല്ല കേട്ടോ, ഹ്യൂമൻ റിപ്രൊഡക്ഷൻ മാത്രമാണ്. വിഡ്രോവൽ ഓഫ് വിച്ച് ഓഫ് ദ ഹോർമോൺ ഈസ് ഇമ്മീഡിയറ്റ് കോസ് ഓഫ് മെൻസ്ട്രുവേഷൻ. 2005 ഉണ്ടല്ലോ. അപ്പോൾ 1 വയസ്സായ സമയത്തുള്ള ഒരു പേപ്പർ കിട്ടിയിരിക്കുന്നു അക്തറിന്. യെസ്, ഇറ്റ് ഈസ് പ്രൊജസ്ട്രോൺ. 2007 ഒരുപാടധികം ആൾക്കാരുടെ ജന്മവർഷം നിങ്ങൾ ജനിച്ച സമയത്തുള്ള നിങ്ങൾ പാപ്പൻ തിന്ന അക്കി പോവുക, പാപ്പൻ തിന്ന അക്കി പോവുക എന്നുള്ള സ്റ്റേജിലുള്ള സമയത്തുള്ള പേപ്പറാണ്. ഇൻ ഹ്യൂമൻ ഫീമെയിൽ മെൻസ്ട്രുവേഷൻ ക്യാൻ ബി ഡിഫേർഡ് ബൈ അഡ്മിനിസ്ട്രേഷൻ ഓഫ്. ഓരോ വർഷത്തിന് നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്തു പോവാം. ഇപ്പൊ പാപ്പൻ തിന്ന, അപ്പൊ നമുക്ക് നോക്കാം. In human female menstruation can be deferred by the administration of. Menstruation നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം? By the combination of estrogen progesterone. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആണെന്നും ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലാണെന്നും പറയാം. കാരണം ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ആണ് നമ്മൾ പിൽസ് ആയിട്ട് കൊടുക്കുന്നത്. അവർക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് വഴി FSH LH റിലീസിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എല്ലാം ചെറിയ കുട്ടികളാണ്. ആണക്തറേ. Which one of the following statement is incorrect about menstruation? ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്നത് തന്നെ ഇവരെയൊക്കെ റാഗ് ചെയ്യും. ഇവരെന്തായാലും ജൂനിയേഴ്സ് ആണല്ലോ. Which one of the following statement is incorrect about menstruation?
2008 നിങ്ങൾ നടക്കാൻ തുടങ്ങിയ വർഷം. നടക്കുക, കിട്ടുന്ന സാധനങ്ങളൊക്കെ വായിലിട്ട് കടിക്കുക, നടക്കുക, കടിക്കുക. At menopause in female, there is especially abrupt increase in gonadotrophic hormones. മെനോപോസിന്റെ സമയത്ത് ഗൊണാഡോട്രോഫിൻ ഹോർമോൺസിന് അബ്രപ്റ്റ് ഇൻക്രീസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. തെറ്റാണ്. ബിഗിനിങ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഓഫ് menstruation is called menarche. ശരിയാണ്. ഡ്യൂറിങ് നോർമൽ മെൻസ്റ്റുറേഷൻ about 40 ml of blood is lost. നമുക്ക് പറയാം menstruation fluid can easily clot. ആക്ച്വലി അതിന് ക്ലോട്ട് ചെയ്യാൻ കഴിയും. അതിൽ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടല്ലോ. അബ്രപ്റ്റ് ഇൻക്രീസ്, ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. ലെറ്റ്സ് ചെക്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Which extra embryonic membrane in human prevents desiccation of embryo inside the uterus? Oh, it's D actually. One correct ആണ്. Yes. മെനോപോസിന്റെ സമയത്ത് there is an increase in gonadotropins. FSH LH കൂടും. FSH LH കൂടും എന്ന് തന്നെയാണ് പറയുന്നത്. It won't clot easily. Answer is fourth option. Reason ഉണ്ട് because of fibrolysin which prevent clotting. Fibrolysin എന്ന് പറയുന്ന enzyme ഉണ്ട് which actually prevent clotting. Sorry guys, കുറച്ച് ഔട്ട് ഓഫ് സിലബസ് ആണ്. കാരണം നിങ്ങളൊന്നും ജനിച്ചിട്ടില്ലല്ലോ. കുറച്ചധികം കൂടുതൽ അപ്പോൾ ചേച്ചിമാരൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലായി കാണും. കുറച്ചധികം കൂടുതൽ അവരൊക്കെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട്. Next, which extra embryonic membrane in human prevent desiccation of embryo inside uterus? Yes, it is amnion. Amnion എന്ന് പറയുന്ന ലെയർ ആണ്. amniotic fluidum secrete ചെയ്യുന്നുണ്ട് which actually prevent desiccation of embryo in uterus. Question number 7. In human adult female, oxytocin in human adult female, oxytocin stimulate pituitary to secrete vasopressin. Vasopressin secrete ചെയ്യാൻ pituitary stimulate ചെയ്യുന്നു എന്ന് തെറ്റാണ്. Cause strong contraction of uterus during parturition. Answer is second option. Next, in humans at the end of first meiotic division, the male germ cell differentiate into. First meiotic division കഴിയുമ്പോൾ male germ cell എന്തായി മാറും? Primary spermatocyte. Answer is third option. Question number 9. Seminal plasma in human is rich in. Fructose and certain enzymes but pure in calcium. തെറ്റാണ്. Fructose, calcium and certain enzymes. So answer is second option. No enzyme തെറ്റാണ്. Glucose എന്ന് പറയുന്നത് തെറ്റാണ്. Now going question number 10. Given below is a diagrammatic sketch of the portion of human male reproductive system. Select the correct set of names of the part labeled A, B, C, D. Yes, Akhtar, prolactin only for milk production. Milk secretion ആണ് നമുക്ക് എന്ത് സഹായിക്കുന്നത്? ഓക്സിറ്റോക്സിൻ. കാരണം ഓക്സിറ്റോക്സിൻ ആക്ട് ചെയ്യുന്നത് മാമറി ഡക്റ്റിലുള്ള സ്മൂത്ത് മസിൽസിലാണ്. അതിനെ കോൺട്രാക്ട് ചെയ്തുകൊണ്ട് മിൽക്ക് ഇജക്ഷന് സഹായിക്കും. ഇറ്റ്സ് കോൾഡ് as milk let down hormone. P for P. Yes.
Spermatogenesis question oda. In human, at the end of first meiotic division, ആദ്യത്തെ meiotic division കഴിയുമ്പോൾ male germ cell differentiate into primary. Sorry, it's not primary spermatocyte, it's secondary spermatocyte. Sorry. It's secondary spermatocyte. അത് ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിയതാണ് കേട്ടോ. പ്രൈമറി സ്പെമാറ്റോസൈറ്റ് ആണല്ലോ മിയോസിസ് അണ്ടർഗോ ചെയ്ത് സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ് ആവുന്നത്. സോറി, ശ്രദ്ധിച്ചില്ല. എൻ്റെ ഒരു നീറ്റിൻ്റെ മാർക്ക് പോയി. പിന്നെ ഞാനും ഈ വർഷം എഴുതിയിട്ടില്ല. Okay, so next question. A, B, C, D നമുക്ക് കണ്ടുപിടിക്കാം. A എന്ന് പറയുന്നത് വാസ് ഡിഫറൻസ് ആണ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് പോയി. B സെമിനൽ വെസിക്കിൾ ആണ്. C പ്രോസ്ട്രേറ്റ് ആണ്. ആൻഡ് D ബൾബോ യൂറീത്രൽ ആണ്. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. Okay guys, next question. Which one of the following is correct matching of the events occurring during menstrual cycle? പറഞ്ഞു തരൂല്ലല്ലോ. Menstruation, breakdown of myometrium and ovulation, LH and FSH attain peak level and sharp fall in the secretion of estrogen. Proliferative phase, rapid regeneration of myometrium and endometrium. Development of corpus luteum, secretory phase and increased secretion of progesterone. Answer is fourth option. Next, the correct sequence of spermatogenesis stages leading to the formation of sperm in a mature human testis is. Spermatogonia, spermatid alla. Spermatocyte, spermatogonia alla. Spermatogonia, spermatocyte, spermatid, sperm. Answer is third option. A change in the amount of yolk and its distribution in egg will affect. Change in amount of yolk and its distribution in egg will affect. Yes, pattern of cleavage aanu. It's again out of syllabus aanu. It actually affects the pattern of cleavage. Which one of the following statement is about human sperm is correct? The previous year ആണെങ്കിലും like this is not in syllabus. നേരത്തെ like yolk distribution types of cleavage ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. Now you don't have to study it. Which one of the following statement about human sperm is correct? Acrosome serve no particular function. Acrosome have a conical pointed structure used for piercing and penetrating the egg, resulting in fertilization. Sperm lysine in the acrosome dissolve the egg envelope, facilitating fertilization. Acrosome serve as a sensory structure leading to sperm towards the ovum. Answer is third option. എടാ അതിന്റെ പെനിട്രേറ്റിംഗ് പിയേഴ്സിംഗ് പോയിന്റ് ഉള്ളത് കൊണ്ടല്ല എഗ്ഗിനെ തുളച്ചു കയറി പോവല്ല. ഇറ്റ്സ് നോട്ട് മെക്കാനിക്കൽ അബ്രഷൻ. സ്പേം ലൈസിൻ ഉണ്ട് അക്രോസോമില് അല്ലേ? അതാണ് എന്ത് ചെയ്യുന്നത്,
എഗ്ഗിന്റെ പുറത്തുള്ള സോണ പെലൂസിഡ എന്ന് പറയുന്ന ലെയറിനെ ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നത്. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ഒരുപാട് പേര് തെറ്റിച്ചതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റൗണ്ടിനിട്ടേക്കാണ്. Question. The part of fallopian tube closest to ovary is? ഇത് ഔട്ട് ഓഫ് സിലബസ് ഒന്നുമല്ല. It is infundibulum, no doubt. Question number 16. അതെങ്ങനെയാണ് ഔട്ട് ഓഫ് സിലബസ് ആവുക? ഹ്യൂമൻ എഗ്ഗിലും ഉണ്ട്, ദർ ഇസ് യോക്ക് എന്ന് പറയുന്നൊരു മെംബ്രെയിൻ ഉണ്ട്, പക്ഷേ യോക്ക് ലൈക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ സെല്ലാണ് ആൻഡ് ദാറ്റ് ടു ലൈക്ക് വെരി സ്പേഴ്സ് എമൗണ്ടിലാണ് നമുക്കുള്ളത്. The signal of for parturition originate from fully developed fetus as well as placenta. Answer is third option. Second maturation division of mammalian ovum occurs. Second maturation division of mammalian ovum occurs. Yes, Graafian follicle alla. Shortly after ovulation, before ovum makes entry into fallopian tube alla, until the ovum have been penetrated by a sperm ആദ്യം ഓവം ആയിട്ട് പെനിട്രേറ്റ് ചെയ്യുമ്പോഴാണ് you get yes the second maturation division completed. Until the nucleus of sperm has fused with the ovum അല്ല, after which ആണ് ഓവവും സ്പെർമും ഫ്യൂസ് ചെയ്യുന്നത്. തെറ്റിക്കരുത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമേ പെനിട്രേറ്റ് ചെയ്ത ഉടനെ പ്രോക്സിമൽ സെൻട്രിയോളിനെ കൊടുക്കുന്നു, ഇറ്റ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് മിയോസിസ് 2 ആൻഡ് ടേൺസ് ഇൻ ടു ആൻ ഓവം, എന്നിട്ടാണ് കാരിയോഗമി, സൈറ്റോഗമി, അപ്പോമിക്സിക് സംഭവിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 18. Which one of the following statement about morula in human is correct? Yes, after entry of sperm, just before fertilization. It has more cytoplasm. തെറ്റാണ്. It has equal quantity of cytoplasm as a uncleaved zygote but more DNA. Answer is second option. That is the difference of a cleavage. Given below is an incomplete table about certain hormone, their source glands and one major effect of each on the body. Identify the correct option from the 3 blanks. അപ്പോൾ 2011 നമ്മൾ എത്തിയിരിക്കുന്നു. ഈസ്ട്രോജൻ മെയിൻറ്റെയിൻ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. നമുക്കറിയാം ഈസ്ട്രോജനെ റിലീസ് ചെയ്യുന്നത് ഓവറിയാണ്, നോട്ട് പ്ലാസന്റ. നെക്സ്റ്റ്, ആൽഫ സെൽസ് ഓഫ് ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻ സെക്രീറ്റ് ചെയ്യുന്നത് റൈസ് ഇൻ ബ്ലഡ് ഷുഗർ ഈസ് ഗ്ലൂക്കോഗൺ. സോ ആക്ച്വലി വി ക്യാൻ സേ ദാറ്റ് ദിസ് ക്വസ്റ്റ്യൻ ഈവൻ കംസ് ഫ്രം ദ അതർ പാർട്ട്. ഇനി അടുത്തത് ആന്റീരിയർ പിറ്റ്യൂട്ടറി സി എന്ന് പറയുന്നത് ഓവർ സെക്രീഷൻ ലീഡ്സ് ടു ജൈജാൻറ്റിസം. ഇറ്റ്സ് ആക്ച്വലി ഗ്രോത്ത് ഹോർമോൺ. ആൻസർ ഷുഡ് ബി ഫസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഒന്നാണെന്നും പറയാൻ പറ്റില്ല, ചാപ്റ്ററിൽ ഒരിച്ച സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. If for some reason vas efferentia in a human reproductive system get blocked, the gamete will not transport from. Was efferentia blocked ആയി കഴിഞ്ഞാൽ ടെസ്റ്റിസിൽ നിന്ന് എപ്പിഡൈഡമസിലേക്ക് പോവില്ല, അല്ല റെട്ടെ ടെസ്റ്റിൽ നിന്ന് എപ്പിഡൈഡമസിലേക്ക് പോവില്ല. നെക്സ്റ്റ്, the testes in human are situated outside the abdominal cavity inside a pouch called a scrotum. The purpose served for is for.
Maintaining scrotal temperature lower than internal body temperature. Answer is yes, first option. Next, the figure given below depict the diagrammatic section of a female reproductive system of human. Which one set of the 3 parts out of 1 to 6 have been correctly identified? One endometrium ആണ്, 2 എന്ന് പറയുന്നത് ത്രീ എന്ന് പറയുന്ന ഇൻഫൻറ്റിബുലം ആണ്, 4 എന്ന് പറയുന്നത് ഫിംബ്രിയ ആണ്. കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ല. അടുത്ത നോക്കാം, 3 എന്ന് പറയുന്നത് ഇൻഫൻറ്റിബുലം ആണ്, 4 ഫിംബ്രിയ ആണ്, 5 സെർവിക്സ് ആണ്. Then I'm getting doubt. 2 endometrium അല്ല, 1 ആണ് endometrium. 1 is not correct. 1 അല്ലടാ endometrium. 3 is infundibulum, 4 is fimbriae, 5 is cervix. അപ്പോൾ 2 ആണ് റൈറ്റ് ആൻസർ വരിക. 4 എന്ന് പറയുന്നത് ഓവിഡക്റ്റൽ ഫണൽ അല്ല, ഇറ്റ്സ് ആക്ച്വലി വജൈന. 1 എന്ന് പറയുന്നത് പെരിമെട്രിയം അല്ല, ഇറ്റ് ഇസ് എൻഡോമെട്രിയം. 2 ആണ് ആൻസർ വരിക. 2 ആണ് കേട്ടോ. കണ്ണൊക്കെ പോയി. 2012. In a normal pregnant woman, the amount of total gonadotrophin activity was assessed. The result expected was. In a normal pregnant woman, the total amount of gonadotrophin activity was assessed. The result expected was. High level of FSH and LH in uterus to stimulate endometrial thickening. Allah. അടുത്തത് high level of FSH and LH in uterus to stimulate endometrial thickening correct ആണ്. കാരണം ഇവിടെ ടോട്ടൽ ഗൊണാഡോട്രോഫിൻ ആക്ടിവിറ്റിനെയാണ് അസസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമുക്കറിയാവുള്ളത്. ഹൈ ലെവൽ ഓഫ് HCG ഉണ്ടാവും, പക്ഷെ അത് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ സിന്തസിസിനെ അല്ല സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഹൈ ലെവൽ ഓഫ് സർക്കുലേറ്റിംഗ് FSH and LH in the uterus to stimulate implantation of embryo അല്ല. ഇംപ്ലാന്റേഷന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് നമുക്കറിയാം, ഹൈ ലെവൽ ഓഫ് FSH and LH ഉണ്ടാവുന്നത്. ഒരു ചെറിയ ഹൈ ലെവൽ ഓഫ് സർക്കുലേറ്റിംഗ് HCG ടു സ്റ്റിമുലേറ്റ്. അയ്യോ, ആഫ്റ്റർ എടാ ഓവുലേഷൻ സ്റ്റോപ്പ് ചെയ്യില്ലേ, LH FSH കുറയാണ് ചെയ്യുക. FSH LHന് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഉണ്ടാവുന്നത് ഡ്യൂ ടു ഹൈ ലെവൽ ഓഫ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. സോറി ഗൈസ്. എടാ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ സമയത്ത് FSHന്റെ LHന്റെ ലെവൽ ഫോളോ ചെയ്യും. LH അല്ല കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെ HCG ആണ് കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഹൈ ലെവൽ ഓഫ് സർക്കുലേറ്റിംഗ് HCG ഉണ്ട്, പക്ഷേ അതല്ല ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ സിന്തസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹൈ ലെവൽ ഓഫ് സർക്കുലേറ്റിംഗ് FSH ആൻഡ് LH ഇൻ ദ യൂട്രസ് ടു സ്റ്റിമുലേറ്റ് ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ. ഇംപ്ലാന്റേഷന് ശേഷമാണ് ശരിക്കും നമ്മൾ പറയുന്ന ഈ പ്രഗ്നൻസി ചേഞ്ചസ് ഉണ്ടാവുന്നത് അല്ലെ. ആൻഡ് ഹൈ ലെവൽ ഓഫ് സർക്കുലേറ്റിംഗ് HCG ടു പ്രൊമോട്ട് എൻഡോമെട്രിയൽ തിക്നിങ്. എൻഡോമെട്രിയൽ തിക്നിങ്ങിന് HCG ഹൈ ലെവൽ ഹെൽപ്പ് ചെയ്യും.
ഹൗ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HCG ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് കോർപ്പസ് ലൂട്ടിയം. വിച്ച് ഇൻടാക്ട് എന്ത് ചെയ്യും? പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, എടാ അടിപൊളി. ഒരു കുഞ്ഞൊരു ക്ലാരിറ്റി വേണം. ഒരു ചെറിയ കാര്യം ഒന്ന് നോക്കട്ടെ. There is a small dot. കൂടത്തില്ല, GnRH കൂടില്ല, അതാണ് പറഞ്ഞത്. ഒന്നും കൂടി പറയാം. The thing is, when you are getting pregnant, നമ്മുടെ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മുടെ പ്ലാസന്റ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ സ്റ്റാർട്ട് റിലീസിങ് HCG. HCG റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് എന്ത് ചെയ്യുക? ഹോർമോൺസിനെ, പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ലെവലിനെ ഇൻക്രീസ് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെയാണ് എന്ത് ചെയ്യുക? എൻഡോമെട്രിയൽ തിക്നിങ്ങിനല്ല, ആക്ച്വലി എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. സോ ബൈ വിച്ച് ദിസ് ഗോസ് റോങ്, ദിസ് ഗോസ് കറക്റ്റ്. ഇനി FSHനും NLHനും എന്ത് പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ബോഡിയിൽ ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ലെവൽ കൂടിക്കഴിഞ്ഞാൽ നോർമലി അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് വഴി FSHും LHും കുറയ്ക്കുകയാണ് ചെയ്യുക. FSHും LHും കുറയുന്നതുകൊണ്ടാണ് there is no follicular development, no ovulation happening during pregnancy. പ്രഗ്നൻസി സമയത്ത് ഓവുലേഷനും മെൻസ്ട്രൽ സൈക്കിളും നടക്കാത്തതിന് കാരണം FSHന്റെ LHന്റെ അളവ് കുറവായതുകൊണ്ടാണ്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ഇത് നേരെ തിരിച്ചാണ് വരിക. നമ്മൾ പ്രഗ്നന്റ് ആവുമ്പോൾ HCG റിലീസ് ചെയ്യുന്നു. HCG കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും അളവ് കൂട്ടുന്നു. അപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇവർ രണ്ടുപേരും ഓടിപ്പോയി FSHനെയും LHന്റെയും റിലീസിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യില്ല? ഓവുലേഷൻ ഇല്ല, ഫോളിക്കുലർ ഡെവലപ്മെന്റ് ഇല്ല, ആകെ കോർപ്പസ് ലൂട്ടിയം മാത്രമാണ് മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളത്. സോ ബേസിക്കലി യു വോണ്ട് ഹാവ് എനി മെൻസ്ട്രൽ സൈക്കിൾ. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ക്ലിയർ ആണോ? പിടികിട്ടിയോ? സോ ദിസ് എല്ലാവർക്കും പിടികിട്ടിയോടാ? I'll just check. Okay, so let's move. Next question. Signals for parturition originate from. Again, like ഒരു repeated ആയിട്ട് പിന്നെയും വന്നു same question. Signals for parturition originate from. Both placenta and fully developed fetus. Which of the following statement is false with respect to viability of mammalian sperm? Which of the following is false with respect to viability of mammalian sperm? Viability of sperm is determined by its mobility. Correct ആണ്. Viable ആണെന്ന് പറയണമെങ്കിൽ mobility വേണം. Sperm must be concentrated in a thick suspensionലായിരിക്കണം sperm ഉണ്ടാവാനുള്ളത്. Sperm is viable only for 24 hours. തെറ്റാണ്. നിങ്ങൾക്കറിയാം 2 to 3 days viable ആണ് അതല്ലേ. Inside the vagina അതിന് ശരിക്കും 4 days വരെ സർവൈവ് ചെയ്യാം. 2 to 3 days അതിന് എന്തുണ്ട്? വയബിലിറ്റി ഉണ്ട്. സർവൈവൽ ഓഫ് സ്പേം ഡിപ്പെൻഡ് ഓൺ ദ pH ഓഫ് ദ മീഡിയം ആൻഡ് ഈസ് മോർ ആക്റ്റീവ് ഇൻ ആൽക്കലൈൻ മീഡിയത്തിലാണ് ഹൈലി ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത്. നൗ മൂവിംഗ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. വാട്ട് ഈസ് ദ ഫിഗർ ഗിവൺ ബിലോ ഷോയിങ് ഇൻ പെർട്ടിക്കുലർ? ഹ്യൂമൻ റീപ്രൊഡക്ഷനിലോ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലും ചോദിക്കാവുന്ന ചോദ്യം. As this is a
tubectomy. Next, 2013 select the answer which correctly matches the endocrine gland with its secretion and its function and deficiency syndrome. Corpus luteum, testosterone. Anterior pituitary, oxytocin. Posterior pituitary, growth hormone. Thyroid gland, thyroxine, lacks of iodine causes goiter. So we can say answer is fourth option. Anterior pituitary in the oxytocin release ചെയ്യുന്ന ആരുടെ പറഞ്ഞ posterior pituitary എന്നല്ല oxytocin release ചെയ്യുന്നേ മൂക്കിടിച്ച് പരത്തട്ടെ ഞാൻ. Question number 28. Which one of the following is not the function of placenta? Question number 24 ആണോ? Originate എന്ന് കൊടുത്തിട്ടുണ്ട്. സാഹിസെ പാർച്ചുറേഷൻ സിഗ്നൽസ് ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ് ചോദിച്ചത്? തുടങ്ങുന്ന എവിടെ നിന്നാണ് ചോദിച്ചത്? പാർച്ചുറേഷൻ സിഗ്നൽസ് തുടങ്ങുന്നത് fully developed fetus and placenta. It's called as fetal ejection reflex. Which one of the following is not the function of placenta? Secretes oxytocin during parturition. Not the function of placenta. Facilitate oxygen supply and nutrient. Secrete estrogen. Facilitate removal of carbon dioxide. Ella under പക്ഷേ answer is first option. Oxytocin release ചെയ്യുന്നത് പ്ലാസെന്റയുടെ ജോലി അല്ല. Menstrual flow occur due to the lack of menstrual flow occur due to the lack of progesterone. The main function of mammalian corpus luteum is to produce mammalian corpus luteum ഏറ്റവും വലിയ function, it is to produce progesterone. Helps in maintenance of corpus luteum. Select the correct option describing gonadotrophin activity in a normal pregnant female. Same question തന്നെയാണ്. High level of FSH and LH ഇല്ല. High level of FSH and LH ഇല്ല. High level of SCG stimulates the synthesis of estrogen and progesterone. Answer is third option. Next, capacitization refers to changes in the ഇനി ഇത് തെറ്റിയില്ല. Capacitization refers to the changes in the sperm before fertilization. അല്ല, ഫെർട്ടിലൈസേഷന് മുമ്പ് വജൈനയിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന സ്പേമിന് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് കപ്പാസിറ്റൈസേഷൻ. ഹിസ്റ്ററക്ടമി ഈസ് സർജിക്കൽ റിമൂവൽ ഓഫ് Hysterectomy is the surgical removal of uterus. Very good. Which of the following cell during gametogenesis is normally diploid? Diploid cell ഏതാണ്?
It is spermatogonia. Answer is second option. Question number 35. Which of these is not an important component of initiation of parturition in human? Question number 31. നമുക്ക് ചെക്ക് ചെയ്യാലോടാ. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ നമ്മൾ പറഞ്ഞല്ലോ പ്രഗ്നൻസിയുടെ സമയത്ത് എന്താ സംഭവിക്കുക? പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മുടെ ബോഡി HCG പ്രൊഡ്യൂസ് ചെയ്യും. HCG കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യും. അത് ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെ അളവ് കൂട്ടും. ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടിയാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് വഴി FSHും LHും നിൽക്കും. So answer is high level of HCG stimulate the synthesis of estrogen and progesterone. Which of the following is not an important component of initiation of parturition? Initiation synthesis of prostaglandin ആവശ്യമുണ്ട്. Estrogen progesterone ratio change ചെയ്യുമ്പോൾ prostaglandins produce ചെയ്യും. Release of oxytocin ആവശ്യമുണ്ട്. പക്ഷേ release of prolactin എന്തിനാണെന്ന് അറിയില്ല. So answer is third option. Ectopic pregnancies are referred to. Ectopic pregnancies are referred to. Implantation of embryo at site other than uterus. Uterus അല്ലാത്ത സൈറ്റിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനെയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് വിളിക്കുന്നത്. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. നെക്സ്റ്റ്, which one of the following event is not associated with ovulation in human female? Yes, decrease in estradiol illa. Estrogen കുറയുന്നത് after ovulation ആണ്. So answer is second option. In human female, meiosis 2 is not completed until in human female, meiosis 2 is not completed until easy question, fertilization. Next, which of the following layer is an antral follicle in is acellular? Antral follicle le acellular layer ഏതാണ്? Which is not related. സാഹിസ്യ അതിൽ ചോദിച്ചിട്ടുണ്ട് സ്പെസിഫിക്കലി. വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ടു പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ ആവശ്യമില്ലാത്ത സാധനം പ്രൊലാക്റ്റിൻ റിലീസ് കൂടുന്നതാണ്. യെസ്, സോണ പെലൂസിഡ. ഫെർട്ടിലൈസേഷൻ ഇൻ ഹ്യൂമൻ ഈസ് പ്രാക്ടിക്കലി ഫീസിബിൾ only if fertilization in human is practically feasible only if yes, the ovum and sperm are transported simultaneously. ഒരേ സമയത്ത് ആംബുലൈസ്മസ് ജംഗ്ഷനിലെത്തണം. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. FSH stimulate the Sertoli cells which helps in spermatogenesis. Correct ആണ്. LH triggered ovulation. LH and FSH decrease gradually during the follicular phase. LH triggers secretion of androgen from Leydig cells.
എന്ത് സംഭവിക്കും? സ്ലോലി ഇൻക്രീസ് ചെയ്തിട്ട് അങ്ങ് പീക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. Question number 42. Change in GnRH pulse frequency in female is controlled by circulating level of GnRH pulse frequency in female ഏത് ഹോർമോൺസിന്റെ ലെവൽ, പൾസേറ്റിംഗ് ലെവൽ ഏത് ഹോർമോൺസിന്റെ ലെവലിന് ആയിട്ട് ഇന്റർഫിയർഡ് ആണ്? Change in GnRH pulse frequency in female is controlled by circulating level of estrogen and progesterone. 43. Identify the incorrect statement if on inhibin. Yes. Inhibin will inhibit the secretion of. It is produced by the. Inhibin produce ചെയ്യുന്നത് ആരാ? സെർട്ടോളി സെൽസ് ആണ് അല്ലേ? നമ്മൾ ആ മെയിലിന്റെ ഒരു സൈക്കിൾ പഠിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞു ഇൻഹിബിൻ ഈസ് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ബൈ നെർവ് സെൽസ് വിച്ച് ഇസ് സെർട്ടോളി സെൽസ് ഇൻ ടെസ്റ്റിസ് ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് LH. ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. Okay, next. Which of the following depict the correct pathway of transport of sperm? Reproductive, efferent epididymis, vas deferens. Answer is third option. Match column 1 and 2 and select the correct option using the codes given below. Number 10 is actually mitochondria of a sperm. So D2, you have female external genitia having mons pubis. A3, D2 വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കട്ട് ചെയ്യാം, ഇത് രണ്ടും കട്ട് ചെയ്യാം. അടുത്തത് ഏതാ? ആൻട്രം ഗ്രാഫിയൻ ഫോളിക്കിളിൽ കാണും. B4 ആണ്. And that makes fourth option. And you have yes, troph ectoderm, which is actually there in the outer embryo. Embryonic layer ആണ് ട്രോഫോഡേം എന്ന് പറയുന്നത്, നമ്മുടെ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. So answer is fourth option. Now going to 46. Several hormones like HCG, HPL, estrogen, progesterone are produced by. HCG, HPL, estrogen, progesterone ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? Placenta. Next, so we have done this. Capacitization occurs in. Capacitization occurring. Yes, capacitization നടക്കുന്നത് after ejaculation ആണ്. Happens in the female reproductive tract. Next, a temporary endocrine gland in human body is. ഹ്യൂമൻ ബോഡിയിൽ ഒരു ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? ഈസി ബിസി ക്വസ്റ്റ്യൻ. നമുക്കറിയാം കോർപ്പസ് ലൂട്ടിയം ആണ്
which degenerate over time. 49. GnRH, a hypothalamic hormone needed in reproduction, act on. Anterior pituitary gland stimulates secretion of LH, FSH. അപ്പോൾ നമുക്കറിയാം anterior pituitary glandൽ ആക്ട് ചെയ്യും, stimulate the secretion of FSH and LH. Posterior അല്ല, so anterior pituitary secretion of LH oxytocin അല്ല. Answer is first option. Question number 51. The difference between spermatogenesis and spermiation is. Difference between spermatogenesis and spermiation is. Spermatogenesis, spermatids are formed, while in spermiation spermatozoa are formed. Allah. In spermiogenesis spermatozoa are formed, while in spermiation spermatids are formed. Allah. In spermiogenesis spermatozoa from Sertoli cells are released into the cavity. That is wrong. In spermiogenesis spermatozoa are formed, while in spermiation spermatozoa are released from the Sertoli cells into the cavity of seminiferous tubule. Answer is fourth option. Amnion of mammalian embryo is derived from. This is something you don't have to actually study. For Roma on the spermiogenesis, spermatozoa are formed, while spermiation spermatozoa are released from the Sertoli into the cavity of seminiferous tubule. Correct ആണല്ലോ. അല്ലടാ, into the cavity എന്നാണ് പറഞ്ഞിരിക്കുന്നത്. into the cavity Sertoli cells എന്നാണ് റിലീസ് ചെയ്യുന്നത്. wall to lumen എന്ന് പറയുമെങ്കിലും വാളിലുള്ള സെർട്ടോളി സെൽസിലാണ് നമ്മൾ ആ പടം നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്പെർമാറ്റോസോവ ഇരിക്കുന്നത്. അവിടെ നിന്നാണ് ലൂമനിലേക്ക് വിടുന്നത്. Amnion of mammalian embryo is derived from. Amnion of mammalian embryo is derived from. നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഈ amnion is a extra embryonic layer ആണ്. amnion extra embryonic layer ആണ്. So it is trophoblast and mesoderm. Answer is third option. Now select the sequence of transport of sperm cells in male reproductive system. Sorry da, 52 answer is, so it's amnion not chorion. Amnion is from ectoderm and mesoderm. Answer is 1. Sorry, ectoderm mesoderm എന്നാണ്. Answer is 1 കേട്ടോ. ഞാൻ വേഗം എൻ്റെ മനസ്സിൽ കൊറിയോൺ ആണ് പോയത്. കൊറിയോൺ ആണ് ട്രോഫോബ്ലാസ്റ്റ് എന്ന് വരുന്നത്. amnion is from ectoderm and mesoderm. പക്ഷെ ഇത് പഠിക്കണമെന്ന് ഇല്ല. You can see it's like again out of syllabus ആണ്. നമുക്ക് extra embryonic layer ഏതൊക്കെയാണെന്ന് പഠിക്കാൻ മാത്രമേ ഉള്ളൂ. Yes, seminiferous tubule, rete testis, was efferential, epididymis, was difference, ejaculatory duct, urethra, urethral meatus. Now going to the last question. Extrusion of second polar body from egg nucleus occurs. Second polar body എപ്പോഴാണ് ഉണ്ടാവുന്നത്? After the entry of sperm, just before fertilization. So that means നമ്മൾ ഇന്ന് around ഒരു 78 questions ചെയ്തു. And more than that നമ്മൾ ചെയ്തത് എന്ന് പറയുമ്പോൾ PYQ you have done from 2025 to 206. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള വർഷം വരെയുള്ള PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. കുറച്ച് ഔട്ട് ഓഫ് സിലബസ് അതിൽ വരുന്നത് അതുകൊണ്ടാണ്, ബിക്കോസ് ലൈക്ക് ദ സിലബസ് വാസ് ഡിഫറെൻറ്റ്. 1-2 ക്വസ്റ്റ്യൻ അല്ലേ, ബാക്കി എല്ലാം തന്നെ നമുക്ക് ഇൻ സിലബസ് തന്നെയാണ് കണ്ടത്. അപ്പോൾ മെൻഡിക്ക് JBയുമായി വിളിച്ചുകൊണ്ട് വരാം. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി
അടിപൊളിയായിട്ട് മറ്റൊരു PYQ സെക്ഷനായിട്ട് കാണാം. ഇതെല്ലാം തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡൂയിങ് മോർ ക്വസ്റ്റ്യൻസ് ദാറ്റ് ആക്ച്വലി മേക്ക് ദ യുവർ ലൈക്ക് ഹോൾ തിങ് സ്ട്രോങ്. നിങ്ങളുടെ ഹോൾ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കും. തെറ്റിയാൽ നമ്മൾ പിന്നെ തെറ്റിക്കത്തില്ല. ആരും ഇനിയും നിങ്ങളുടെ PYQ സെക്ഷൻസ് ഒന്നും മിസ്സാക്കരുത്. സീ യു ഗൈസ്. താങ്ക് യു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ട് വരണം കേട്ടോ. ബൈ ബൈ.